അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജിൻസി രഞ്ജു ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജിൻസി രഞ്ജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സംബന്ധിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അരോമ ടിവിയിലൂടെ എന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഹല്ലേലൂയ തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന് മുഖാന്തരമായ അരോമ ടിവിയുടെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവர்களോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അരോമ ടിവിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വലിയവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എന്റെ പേര് ജിൻസി രഞ്ജു. ഞാൻ കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് രഞ്ജു തോമസ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് തന്നിട്ടുണ്ട്. ഞാനിവിടെ കുവൈറ്റിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് ബെഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ സഭയോട്, ഇവിടുത്തെ ചർച്ചിൽ ദൈവത്തെ ആരാധിച്ചു പോരുന്നു. എന്റെ ബാല്യകാലത്തെ പറ്റി പറയുവാണെങ്കിൽ, എന്റെ മാതാപിതാക്കൾ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കുലശേഖരം എന്ന പ്രദേശത്ത് നിന്നാണ് കടന്നു വന്നത്. ആ ദേശത്താണ് അവർ. കേരളത്തിൽ നിന്ന് അടൂർ ആ ഭാഗത്തിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവരാണ് തമിഴ്നാട്ടിലേക്ക്. അങ്ങനെ ആ ദേശത്താണ് എന്റെ മാതാപിതാക്കളാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ പിതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. 3 വർഷം മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് അമ്മയും ഒരു സഹോദരനും ഉണ്ട്. സഹോദരൻ കുടുംബമായി ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്നു. എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചതും കുലശേഖരത്ത് തന്നെയാണ്. അവിടെ അപ്പായ അമ്മയുണ്ട്, മാതാപിതാക്കള് 2 സഹോദരിമാര്. ഒരു സഹോദരി ഇവിടെ കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു സഭയിൽ ആരാധിക്കുന്നു. സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ രജനി ബിജു. സിസ്റ്റർ അരോമ ടിവിയിൽ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷിയൊക്കെയും പറയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. പിന്നെ ഒരു ഇളയ സഹോദരിയാണ്. അവർ കുടുംബമായി ഒരുമിച്ച് തിരുവനന്തപുരത്ത് കുടുംബമായിട്ട് ആയിരിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മുൻപോട്ട് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം ഇന്ന് ഈ അരോമ ടിവിയുമായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിലും തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ബാല്യകാലത്തെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെയും തമിഴ്നാട്ടിലാണ്. പറഞ്ഞതുപോലെ അവിടെ മർത്തോമാ സഭയുടെ പാരമ്പര്യത്തിൽ വളർത്തപ്പെടുവാനായിട്ട്, എൻ്റെ മാതാപിതാക്കളെ വളർത്തപ്പെടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചു വളർന്നതൊക്കെ. എൻ്റെ അമ്മച്ചിക്കും അപ്പച്ചനും 12 മക്കളാണ്. അപ്പൊ ഈ കൂട്ടുകുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ ഒരു വലിയൊരു കുടുംബമാണ്. അവരുടെ മക്കള്, ഒത്തിരി കൊച്ചുമക്കള്, ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ചെറിയ പ്രായം മുതൽ ഈ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. മർത്തോമാ സഭയിലാണ്. ഒരു ചർച്ചിൽ പോകുന്നുണ്ട്, സൺഡേ സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധമൊന്നും അന്ന് എൻ്റെ ജീവിതത്തിൽ ഇല്ല. അതുപോലെ തന്നെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. വീട്ടിലൊരു സമാധാനത്തിന്റെ കുറവ്. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യേ ഒരു കൂട്ടുകുടുംബത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ തിരക്കേറിയ, എൻ്റെ മമ്മി ആയാലും വളരെ തിരക്കേറിയ സമയമാണ്. മമ്മിക്കൊന്നും ഞങ്ങളെ വളരെ ശ്രദ്ധിക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങളൊക്കെയും ഒരു ദിവസം കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് രാത്രിയുടെ യാമത്തിൽ 12 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും മമ്മി കിടക്കാനൊക്കെ വരുന്നത്. എന്നാൽ പലപ്പോഴും രാത്രിയുടെ യാമത്തിൽ മമ്മി എഴുന്നേറ്റിരുന്ന് കരയുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെയും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി പോവുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ പ്രാർത്ഥന ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറി എന്നുള്ളത് പൂർണ്ണ ഹല്ലേലൂയ വിശ്വാസത്തോടെ പറയുവാനായിട്ട് സാധിക്കും. പിന്നെ പറയുവാനായിട്ട്, ആ മർത്തോമാ സഭയുടെ തന്നെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചതും ഒക്കെയും. ഒരു നോർമലായിട്ട് ജീവിച്ചു പോയി. സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെയും നടത്തി. എന്നാൽ ഇതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ 12 അമ്മച്ചിയുടെ 12 മക്കൾ മർത്തോമാ പാരമ്പര്യത്തിലുള്ളവരാ. എന്നാൽ അതിൽ നിന്ന് എൻ്റെ പപ്പായുടെ ചേട്ടന്റെ വൈഫ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവര് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും കർത്താവിനെ വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുവാനായിട്ട് പപ്പായുടെ ചേട്ടന്റെ വൈഫ് അപ്രകാരം മാറ്റപ്പെട്ടു. അല്ല അമ്മ ഒത്തിരി പഴിയും ദുഷ്യൊക്കെയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇപ്രകാരം ഈ വലിയൊരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ഒരാൾ മാറ്റപ്പെടുമ്പോൾ, ഒരാൾ ഇപ്രകാരം മാറുമ്പോൾ ഒത്തിരി ദുഷ്യൊക്കെയും കേട്ടിട്ടുണ്ട്. എന്നാൽ
എന്നാൽ താൻ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ആ അമ്മാമയ്ക്ക് കഴിഞ്ഞു. ഇപ്പൊ അമ്മമ്മ അവർ താമസിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ പ്രദേശത്താണ്. ഞങ്ങൾ ലീവിന്റെ സമയത്തൊക്കെ ആ ദേശത്തേക്കൊക്കെ കടന്നു പോകും. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ദിവസം ഇവര് ഞങ്ങളെ ചർച്ചിൽ കൂട്ടിക്കൊണ്ടുപോയി, എന്നെയും ബ്രദറിനെയും. അമ്മമ്മ ഒരു മകളാണുള്ളത്. അപ്പൊ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ചർച്ചിലേക്ക് കടന്നുപോയി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെന്തക്കോസ്ത് സഭയിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. അതുവരെയും കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ അവിടെ കണ്ടു. ഞങ്ങൾക്ക് എന്നാൽ അത് പുതിയൊരു അനുഭവം. 2 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. സാധാരണ മർത്തോമാ സഭയുടെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്ന ഞങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നത്. എന്നാൽ അവിടെ വന്നത് ഒരു പ്രവാചകനായിട്ടുള്ള ഒരു ദൈവദാസൻ, അന്ന് ഒരു വിസിറ്റിംഗ് പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തീരെ ചെറുതാണ്, 3-ലും 4-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. ചേച്ചി എന്റെ കസിൻ സിസ്റ്റർ എന്റെ അടുത്തിരുന്ന് ആരാധിക്കുന്നുണ്ട്. എല്ലാവരും ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഈ ദൈവദാസൻ ഓരോരുത്തരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ആ ദൈവദാസൻ എന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് തലയിൽ കൈവച്ച് കുറച്ച് ദൂതുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈ മോളുടെ കൂടെ വന്നിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് അമ്മാമ്മ എണീറ്റു. അമ്മാമ്മയെ അപ്പം ഞാൻ ഈ ആഭരണമൊക്കെ ഇട്ടിട്ടാണല്ലോ ചർച്ചിൽ കടന്നു പോയിട്ടുള്ളത്. അപ്പം പാസ്റ്ററിന് മനസ്സിലായി ഞാൻ വിശ്വാസി അല്ല എന്നുള്ളത് മനസ്സിലായി കാണാം. എന്നിട്ട് അമ്മാമ്മയെ വിളിച്ചിട്ട് ആന്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മകളെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, ഈ കുടുംബത്തെ ദൈവം വിളിച്ച് വേർതിരിക്കും. അന്ന് ആ ചെറിയ പ്രായത്തിൽ അതൊക്കെയും എനിക്കൊന്നും മനസ്സിലായില്ല. അന്നത് നമ്മൾ ചിരിച്ചു തള്ളി. എന്നോട് ഒരു കാര്യം മാത്രം എന്റെ ചെവിയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നിന്റെ സഹോദരന് വേണ്ടി നീ നല്ലോണം പ്രാർത്ഥിക്കണം, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തീരെ സമാധാനമില്ലാത്ത അവസ്ഥയാണ്. പപ്പായും മമ്മിയും സ്നേഹത്തിനൊന്നും കുറവില്ല, പക്ഷെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, അതുപോലെ ഞങ്ങളെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനില്ലാത്ത ഒരു അവസ്ഥ. എന്നാൽ പിന്നീട് ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കർത്താവിന് എന്റെ ജീവിതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അത് സംഭവിച്ചത് കർത്താവ് അന്നേ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് അടിയനെയും ദൈവം സഹായിക്കുന്നു. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെയും കഴിഞ്ഞു. വല്യമ്മച്ചി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയായിരുന്നു. ഞങ്ങളെയൊക്കെ കൊച്ചുമക്കളെയൊക്കെ പിടിച്ചിരുത്തി സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വിടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു വിശ്വാസി എങ്ങനെയാണോ, ഒരു മർത്തോമക്കാരി എങ്ങനെയാണോ, അതുപോലെ തന്നെ ജീവിച്ചു പോയി. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നഴ്സിംഗിന് ജോയിൻ ചെയ്ത് ആദ്യത്തെ വർഷം പപ്പ മദ്യപാനി ആയിരുന്നതുകൊണ്ട് തന്നെ പൈസ ഒന്നും അങ്ങനെ സേവിങ് കാര്യങ്ങളൊന്നുമില്ല. വളരെ ചില അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു. അപ്പോ ഞങ്ങൾ നഴ്സിംഗിന് ഞാൻ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കിന് പപ്പായ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. പപ്പായെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു സുപ്രഭാതത്തിൽ പപ്പ വെറും കൈയായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്കിനി മുൻപോട്ട് പഠിക്കാനായിട്ട് ഒത്തിരി 3 വർഷം മുൻപോട്ട് കിടക്കുകയാണ്. ഒത്തിരി ഫീസ് കാര്യങ്ങളൊക്കെ കൊടുത്താണ് പഠിക്കുന്നത്. എന്നാൽ മുൻപോട്ട് എങ്ങനെ പഠിക്കുമെന്നൊക്കെയും വിചാരിച്ചു. ഒരു തരത്തിൽ ഒരു സമയത്ത് ഈ പഠിത്തം തന്നെ നിന്നു പോകുമോ എന്നുള്ള അവസ്ഥയിൽ ഞാനായിരുന്നു. എന്റെ ബ്രദറും ആ സമയത്ത് ഡിഗ്രിക്ക് പോളിടെക്നിക്കിന് ജോയിൻ ചെയ്ത സമയം ഞങ്ങളുടെ രണ്ടുപേരെയും പഠിത്തം നിൽക്കുമോ എന്നുള്ള സമയത്തിൽ ഇരുന്ന ആ സമയത്താണ് മമ്മിയുടെ ബ്രദർ ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് ഏറ്റെടുക്കുകയും ഞങ്ങളെ പിന്നീടുള്ള പഠിത്തമൊക്കെയും കംപ്ലീറ്റ് ചെയ്തത് എന്റെ മമ്മിയുടെ ബ്രദറാണ്. അന്ന് അമ്മാച്ചൻ എന്നെ സഹായിച്ചതൊക്കെയും വലിയ കാര്യമായിട്ട് തോന്നി. എന്നാൽ ഇന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമാണ്, അവർ ഹൃദയങ്ങളോട് ഇടപെട്ട് എന്നെ പഠിക്കാനൊക്കെയും ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് അതൊക്കെയും സാധിച്ചതായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. പിന്നീട് പഠിത്തം കംപ്ലീറ്റ് ചെയ്തു. ഡൽഹിയിൽ കടന്നുപോയി ജോലി ചെയ്തു. പിന്നീട് സൗദിയിൽ കടന്നു പോകാനായിട്ട്, സൗദിയിൽ 3 വർഷം ജോലി ചെയ്യുവാനായിട്ടൊക്കെയും സ്വർഗത്തിലെ ദൈവടിയാക്കി. ഈ സമയത്തെല്ലാം നോർമലായിട്ടുള്ള ജീവിതം. 2009 എന്റെ വിവാഹം നടക്കുന്നത്. വിവാഹം നടത്തുവാനായിട്ട് കാരണമായി തീർന്നത് രഞ്ജേച്ചി കൂടിയാണ്, സിസ്റ്റർ ലോ ആണ് എന്റെ വിവാഹം ആലോചിക്കുന്നത്. എന്നാൽ വിവാഹത്തിന് ഹസ്ബൻഡിന്റെ വീട്ടുകാര് പപ്പായും മമ്മിയും മർത്തോമയിലാണ്. അവര് മർത്തോമ പാരമ്പര്യത്തിൽ തന്നെ ഞങ്ങളുടെ കുലശേഖരത്ത് തന്നെയുള്ള ഫാമിലിയാണ്. എന്നാൽ ചേച്ചിയും എന്റെ സിസ്റ്റർ ലോയും എന്റെ മൂത്ത ചേച്ചിയും എന്റെ ഹസ്ബൻഡും ഹൈദരാബാദിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടുപേരും. ചേച്ചി നഴ്സിംഗ് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവര് രണ്ടുപേരും വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി. ഇവര് ഹൈദരാബാദിൽ വെച്ച് തന്നെ സ്നാനപ്പെടുകയും ചെയ്തു. എന്നാൽ ഹസ്ബൻഡിന് പാരന്റ്സിനെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഹൈദരാബാദിൽ വെച്ച് ചർച്ചിൽ പോകും. എന്നാൽ നാട്ടിൽ കടന്നു വരുമ്പോൾ പാരന്റ്സ്
പഠിപ്പിച്ചതാണ്, അവരെ ഒത്തിരി കഷ്ടപ്പെട്ട് വളരെ ഒത്തിരി കഷ്ടപ്പാടിൽ കൂടി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പാരന്റ്സിനെ ഒരു രീതി വിഷമിപ്പിക്കാൻ എന്റെ ഹസ്ബൻഡിന് പറ്റത്തില്ല. അപ്പൊ നാട്ടിൽ വരുമ്പോൾ പാരന്റ്സിന്റെ കൂടെ മാർത്തോമ ചർച്ചിലേക്ക് കടന്നു പോകും. ഇങ്ങനെ ഒരു ജീവിതത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് എന്റെ വിവാഹം വരുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ എന്നോട് പറഞ്ഞായിരുന്നു സ്നാനപ്പെട്ടു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തേ ഇല്ല. കാരണം അങ്ങനെ ഒരു മാർത്തോമ വിശ്വാസത്തിൽ ജീവിച്ചു വന്ന എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ, അച്ഛാന് ഞാൻ ഒരിക്കലും കടന്നു വരത്തില്ല, എനിക്ക് ഇത് ഇഷ്ടമല്ല, ഞാൻ മാർത്തോമ സഭയിൽ തന്നെ നിൽക്കും. ഹസ്ബൻഡും പക്ഷെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാനുള്ള പറ്റാത്ത കാരണം മാർത്തോമ സഭയില്ല. അങ്ങനെ മാർത്തോമ സഭയിൽ വെച്ചാണ് വിവാഹമൊക്കെ നടക്കുന്നത്. വിവാഹമൊക്കെ നടന്നു. എന്നാൽ തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോയി, ഹസ്ബൻഡ് കുവൈറ്റിലേക്ക് വന്ന. എന്നാൽ 6 മാസത്തിനകത്ത് ഇവിടുത്തെ മിനിസ്ട്രിയിലേക്ക് ഒരു ഇന്റർവ്യൂ നടക്കുകയും ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞു. 2009 2010 മെയ്യിൽ ഞാൻ ഇവിടെ കുവൈറ്റിലേക്ക് എത്തിച്ചേർന്നു. ഒത്തിരി അസാധ്യങ്ങൾ അതിന്റെ മധ്യയൊക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ വലിയ കൃപ നടത്തി. ഇന്ന് അതൊക്കെയും തിരിഞ്ഞു നോക്കുമ്പോൾ അന്നൊന്നും ഇതൊന്നും അറിഞ്ഞില്ല. ദൈവമാണ് എന്നെ നടത്തിയെന്നൊക്കെയും അത് വിശ്വസിച്ചില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് ദൈവം ഞങ്ങളെ നടത്തിയെന്നുള്ളത്. 2010 മെയ്യിൽ ഞാൻ ഇവിടെ കുവൈറ്റിലേക്ക് കടന്നു വന്നു. ഹസ്ബൻഡ് ഇവിടെ, ചേച്ചിയും ഹസ്ബൻഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്, കുവൈറ്റിലേക്ക് കടന്നു വന്നായിരുന്നു. എന്റെ ചേച്ചി സിസ്റ്റർ-ഇൻ-ലോയുടെ കൂടെയാണ് താമസം, ചേച്ചിയുടെ കൂടെയാണ് താമസം. അപ്പൊ ചേച്ചിയുടെ കൂടെ ഇവിടുത്തെ ചർച്ചിൽ, ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത്, ഇവിടെ ചേച്ചിയുടെ കൂടെ. അപ്പം ഞാന് പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മാർത്തോമക്കാരത്തിയാ, ഞാൻ ഒരിക്കലും ചർച്ചിലേക്ക് കടന്നു വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളെ വശീകരിച്ച് ആമേൻ ഹല്ലേലൂയ നടത്തുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് എന്നെ വശീകരിച്ചു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ അവസാനത്തുള്ളി രക്തം വരെയും ചൊരിയുന്നത് എനിക്ക് വേണ്ടിയും കൂടി ആണെന്നുള്ളത് തിരിച്ചറിയുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ഇവിടെ കടന്നു വന്നു, മെയിൽ കടന്നു വന്നു. ഒരു ചർച്ചിലൊന്നും പോകുന്നില്ല, മാർത്തോമ ചർച്ചിലും പോകുന്നില്ല, ഒരു ചർച്ചിലും പോകുന്നില്ല. അതിനിടയ്ക്ക് ചേച്ചിയുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ആന്റി എന്നോട് വന്ന് സുവിശേഷം പറയുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കുകയും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കുകയും ചെയ്യുവാനായിട്ട് 2010 ജൂലൈ 20-ാം തീയതി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ആമേൻ ഹല്ലേലൂയ കർത്താവിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എന്നെയും കണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പിന്നീടുള്ള കാര്യങ്ങൾ ചർച്ചിൽ പോകാൻ തുടങ്ങി. ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രി ചർച്ചിൽ അച്ഛൻ്റെ കൂടെ ചർച്ചിൽ പോകാൻ തുടങ്ങി. വളരെ സന്തോഷം. വചനങ്ങളൊക്കെയും കേൾക്കുവാൻ തുടങ്ങി. വചനം എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങി. സ്നാനത്തെ പറ്റി കേട്ടു. പക്ഷെ എന്നോട് ഈ സ്നാനത്തെ പറ്റി നീ പറയരുതെന്ന് സിസ്റ്റർ-ഇൻ-ലോയോട്, എന്റെ ചേച്ചിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ടു. നീ സ്നാനപ്പെടുന്ന കാര്യം നീ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ചേച്ചിയായിട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും പരിചയക്കാരാ, അപ്പൊ വലിയ ഒരു പ്രശ്നത്തിന് കാരണമാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ട കാരണം ചേച്ചി എന്നോട് സ്നാനത്തെ കുറിച്ചോ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ചർച്ചിൽ ഈ വചനം ഒക്കെയും കേൾക്കുന്നുണ്ട്, സ്നാനത്തെ പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട്. ഓക്കെ, ഇത് അച്ഛൻ നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കാന്നൊക്കെ ഓർത്തോണ്ടിരുന്നു. ഇവിടെ വെക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചിൽ പോവാം, പിന്നെ നാട്ടിൽ പോകുമ്പോൾ അവിടെ പോവാന്നൊക്കെ ഉള്ള ചിന്തയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഈ സ്നാനത്തെ പറ്റി ഒരു ദിവസം അതിനെപ്പറ്റി ചർച്ചിൽ പറയുന്നുണ്ട്, വീട്ടിലൊന്നും ആരും സംസാരിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം സാധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ദൈവം എന്നെ കണ്ടതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസിനെ ഷണ്ണനെയും സംഭവം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടയായി. സ്നാനം സത്യമാണെന്ന് വചനത്തിൽ കൂടി, വേറെ ആരും പറഞ്ഞിട്ടല്ല, വചനത്തിൽ കൂടി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനും കർത്താവ് ഇങ്ങനെ ഒരു സ്നാനം ഇത് സത്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് കേട്ടു ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെയും പാടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അതൊരിക്കലും നമുക്ക് മറക്കുവാൻ, അത് തടഞ്ഞു നിൽക്കാൻ നമുക്കതിനെ തടയുവാൻ നമുക്ക് സാധിക്കത്തില്ല. മനുഷ്യര് പറയുന്ന വാക്കുകളെ നമുക്ക് തടയുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ആമേൻ അത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരീന്ദ്രിയങ്ങളിൽ കടന്നു ചെല്ലുന്നതാണ്, നമ്മുടെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. അത് വചനം
എന്റെ ജീവിതത്തിൽ ഇടപെട്ടു. അപ്പൊ തന്നെ ഞാൻ എന്റെ ചേച്ചീനെയും എന്റെ ഹസ്ബൻഡിനെയും വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ സ്നാനപ്പെടണം, സ്നാനം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് 2010 സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ സ്നാനപ്പെടുവാൻ ഞങ്ങളുടെ ചർച്ചിന്റെ പാസ്റ്റർ തോമസ് മാത്യൂസിന്റെ അണ്ടറിൽ സ്നാനപ്പെടുവാൻ കൈക്കീഴിൽ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആമേൻ, ഹല്ലേലൂയ. കർത്താവിനായിട്ട് ദൈവം ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ആമേൻ, ഹല്ലേലൂയ, അടിയന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ പ്രവൃത്തിക്കായിട്ട് ഹല്ലേലൂയ അനേകർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം അടിയന്റെ ജീവിതത്തിൽ തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെ മുൻപോട്ടുള്ള ജീവിതങ്ങൾക്ക് മുൻപോട്ട് പോവുകയാണ്. 2010, 11, 12 ഒക്കെയും കടന്നുപോയി. പിന്നെ അടുത്ത ഒരു വിവാഹം കഴിഞ്ഞാലുള്ള അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തലമുറയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നതാണ് അല്ലെ. അപ്പൊ തലമുറയ്ക്കായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങി. തലമുറയ്ക്കായിട്ടൊക്കെയും ഞങ്ങള് അതിനായിട്ട് റെഡി ആകാൻ തുടങ്ങി. എന്നാൽ പ്രഗ്നന്റ് ആകുന്നില്ല. പിന്നെ 1 വർഷമായി 2 വർഷമായി 2012 വരെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും പ്രഗ്നൻസി ആകുന്നില്ല. 2012 ഞങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, നമുക്ക് അൾട്രാസൗണ്ട് നിന്റെ ഗർഭപാത്രത്തിനകത്ത് 2 വലിയ ഫൈബ്രോയിഡ് ഉണ്ട്, അതിനെ റിമൂവ് ചെയ്താൽ മാത്രമേ അടുത്ത പ്രഗ്നൻസിക്ക് നിനക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ 2012 ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയി. ലീവിന്റെ സമയത്ത് നാട്ടിൽ കടന്നുപോയി. സർജറി ചെയ്തു, മയോമെക്ടമി എന്ന് പറഞ്ഞുള്ള സർജറി ചെയ്ത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ മാർത്തോമാ ചർച്ചിലാണ് പോകുന്നത്. കാരണം മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ സ്നാനം ഏറ്റിട്ട് 2 പേര് സ്നാനപ്പെട്ടവരാ, ഞങ്ങൾ 2 പേരും രക്ഷിക്കപ്പെട്ടവരാ. എന്നാൽ മാതാപിതാക്കളുടെ വിഷമിപ്പിക്കരുതെന്നുള്ള രീതിയിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങള് കർത്തമേശ എടുക്കത്തില്ല, പക്ഷെ ഞങ്ങള് മാർത്തോമാ സഭയിലാണ് കടന്നു പോകുന്നത്. കാരണം അപ്പായ്ക്ക് ഒരു രീതിയിൽ, എന്റെ ഹസ്ബൻഡിന്റെ പപ്പ ഒരു രീതിയിൽ ബന്ധുക്കോസാരെ ഒത്തിരി കളിയാക്കുകയും ഒക്കെയും ചെയ്യുന്ന ആളാ. അപ്പം എന്റെ സിസ്റ്ററിലെ ഒത്തിരി സുവിശേഷം ഒക്കെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും പറയും, നീ പോയത് പോയി, പക്ഷെ ഞാൻ എന്റെ അപ്പന്മാരുടെ കൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കുമായിരുന്നു. നീ കൊട്ടും പാട്ടായിട്ടൊക്കെ നടന്നു എന്നൊക്കെയും പറയുമായിരുന്നു. എന്നാൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഇതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ മാർത്തോമാ ചർച്ചിൽ പോകും. അങ്ങനെ സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നു. 3 മാസം കഴിഞ്ഞ് പ്രഗ്നൻസി നോക്കിയിട്ട് പ്രഗ്നന്റ് ആകുന്നില്ല. 6 മാസമായി. അപ്പോഴത്തേന് സിസ്റ്ററിലെ ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്നുകൂടെ കാണാം, എല്ലാ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു, ഹോർമോൺ ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മെൻസ്ട്രേഷൻ ഒക്കെയും ഇറഗുലർ ആണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഹോർമോൺ ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് ബേൺസിന്റെ ICU വാർഡിലാണ് അന്ന് ജോലി ചെയ്യുന്നത്. ബേൺസ് പേഷ്യൻസിനെയൊക്കെ നോക്കുന്ന, പൊള്ളലേറ്റ് കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെ നോക്കുന്ന ICUലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിന് എങ്ങനെ നീ ഹോർമോൺ ടെസ്റ്റ് ഒക്കെ വിടുവല്ലേ, ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കൂടെ വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ ഒരു പ്രതീക്ഷയില്ല, ഒരു സിംറ്റം ഇല്ല, ഒന്നും ഒരു സൈനും സിംറ്റം ഒന്നുമില്ല. എന്നാൽ ഈ ഹോർമോൺ ടെസ്റ്റ് വിട്ടതിന്റെ കൂട്ടത്തിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കൂടെ അങ്ങ് വിട്ടു. നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. ഒരു 10 മണിയായപ്പോൾ എന്റെ ബോഡിയിൽ നിന്ന് കോള് വന്നു, ICU നിന്ന് കോള് വന്നു, ജിൻസി നിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആന്ന് പറഞ്ഞിട്ട്. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാനിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തലമുറയെ സഭത്തിൽ ദൈവം അയച്ചേക്കുക. അങ്ങനെ വളരെ സന്തോഷം. പ്രഗ്നൻസി തുടങ്ങി 1 മാസമായി 2 മാസമായി ഭയങ്കര വോമിറ്റിങ്, സാധാരണയിൽ കൂടുതലായിട്ടുള്ള വോമിറ്റിങ്ങും ഭയങ്കര ക്ഷീണം, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടി ഞാൻ കടന്നുപോയി. വെയിറ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. 60 കിലോ ഉണ്ടായിരുന്ന ഞാൻ 55ആയി. അങ്ങനെ വയറ് ഉണ്ട്, പക്ഷെ ഞാൻ തീരെ ക്ഷീണിച്ച്, എന്ത് കഴിച്ചാൽ 8 മാസം വരെ ഭയങ്കര വോമിറ്റിങ്. ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ മുതൽ കാലിന്റെ താഴേക്ക് ഭയങ്കര സിവിയർ, അതികഠിനമായ വേദന, ഒരു നടക്കാനൊക്കെ പാടായി തുടങ്ങി. അപ്പൊ എല്ലാവരും പറഞ്ഞു, നിന്റെ വയറ് വലുതാവുന്നതുകൊണ്ടായിരിക്കാം, കുഞ്ഞ് വളരുന്നതുകൊണ്ടായിരിക്കാം കാലിന് വേദന, അങ്ങനെ സാധാരണ വരാറുണ്ട്, അതുകൊണ്ടായിരിക്കാം വേദന. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും കാലിന്റെ വേദന വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളും അപ്പോൾ എഴുന്നേറ്റ് കട്ടിലയിൽ ഇരിക്കാനോ ഡ്യൂട്ടിക്ക് വരാനോ ഒക്കെ ഒത്തിരി പ്രയാസം. വീൽ ചെയറിലൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് പോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് എൻ്റെ ഹെഡ് നേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന വാർഡിലെ ഹെഡ് നേഴ്സ് എന്ന് പറയുന്നത് ഒരു കുവൈറ്റി ഒരു സിസ്റ്റർ അമീറയായിരുന്നു. എന്നാൽ സിസ്റ്ററിനോട് ദൈവത്തിന്റെ വലിയൊരു ഫേവർ സിസ്റ്ററിൽ കൂടി എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. മറ്റുള്ള ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്ററാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപ അടിയനോട് കൂടി ഇരുന്നത് കൊണ്ട് ആ സിസ്റ്റർ എപ്പോഴും എനിക്ക് വലിയൊരു സപ്പോർട്ടും ഫേവറും തന്നു. അപ്പം ഈ പ്രഗ്നൻസി 8 മാസമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം,
നമുക്ക് നേരത്തെ സിസേറിയൻ ചെയ്യാൻ വന്ന നവംബർ 18 2013 നവംബർ 18 എന്റെ സിസേറിയൻ ഫിക്സ് ചെയ്തു. ഇപ്പം ഈ സമയത്തൊക്കെയും കാലിന് വേദനയുണ്ട്, വോമിറ്റിംഗ് കുറച്ച് കുറഞ്ഞു, സ്കാൻ ചെയ്തു ഇവിടെ ഏത് കുഞ്ഞാന്നൊക്കെ പറയുമല്ലോ. അപ്പം 8ാം മാസം സ്കാൻ ചെയ്തപ്പോഴാണ് അത് ആൺകുഞ്ഞാന്ന് അറിഞ്ഞത്. വളരെ സന്തോഷം, മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴാണ് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തു, 18 ഡേറ്റ് ഫിക്സ് ചെയ്തു. നവംബർ 4 അതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് പപ്പ ഇങ്ങനെ വിളിച്ചു, എന്റെ ഹസ്ബൻഡിന്റെ പപ്പ വിളിച്ചു പറഞ്ഞു, കുഞ്ഞൊക്കെ വരുവാണല്ലോ, നമുക്ക് മാമോദീസ ഒക്കെ നടത്തണമല്ലോ എന്ന് പറഞ്ഞു. മാമോദീസ നടത്തണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പപ്പായെ എതിർക്കാൻ വയ്യ. ഞങ്ങൾക്ക് പപ്പായോടൊന്നും ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. പപ്പായുടെ മുമ്പിൽ വളരെ ഭയത്തോടും എന്നാ സ്നേഹത്തോടുള്ള ഭയത്തോടെ എന്റെ ഹസ്ബൻഡ് ഒക്കെ നിൽക്കുന്നത്. പപ്പ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞു. നവംബർ 3 എന്റെ സിസ്റ്റർ ഇൻ ലോയും ഞങ്ങളുടെ ചർച്ചിലെ ഞങ്ങളുടെ പാസ്റ്റർ ആന്റി എന്ന് പറയുന്ന പാസ്റ്റർ റേച്ചൽ, ഈ ബദേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ച് അടിസ്ഥാനമിട്ടത് ഈ ആന്റിയിൽ കൂടിയാണ്. അപ്പം ആന്റിയും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. നവംബർ 3 കടന്നു വന്നു. 3 കടന്ന് പ്രാർത്ഥിക്കാനിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ജിൻസിക്ക് കാലിനൊക്കെ വേദനയാണല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, 18 സിസേറിയൻ ആണല്ലോ, പ്രാർത്ഥിക്കാം. ഞങ്ങൾ പായിലിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നമ്മുടെ ഈ ചർച്ചിലെ കൂടുതലും കുഞ്ഞുങ്ങളുടെയൊക്കെ പേരുകൾ ഇങ്ങനെ പ്രവാചകന്മാരിൽ കൂടിയോ നമ്മുടെ ചർച്ചിൽ നിന്ന് തന്നെയാണ്, ഞങ്ങളുടെ ആന്റിയിൽ കൂടിയോ എന്റെ സിസ്റ്ററിലായി കൂടിയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേര് ലഭിക്കുന്നത്. ചേച്ചി ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ഈ തലമുറയെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് അങ്ങനെ ഒത്തിരി ദൂതൊക്കെയും പറഞ്ഞ ഈ കുഞ്ഞ് സാം രഞ്ജു തോമസ് എന്നറിയപ്പെടും, ആൺതലമുറയാന്ന് അറിഞ്ഞു, സാം രഞ്ജു തോമസ് എന്നറിയപ്പെടും എന്നൊക്കെയും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പ്രയർ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആന്റിയോടും ചേച്ചിയോടും പറഞ്ഞു, ഇങ്ങനെ അവര് മാമോദിസയുടെ കാര്യം പറയുന്നുണ്ട്. പെട്ടെന്ന് അവര് അച്ഛനെ ഇത് എതിർത്ത് പറയാനും വയ്യാന്നുള്ള രീതിയിൽ അവർ രണ്ടും പെട്ടെന്ന് ഞെട്ടിപ്പോയി. നിങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടവരല്ലേ, നിങ്ങൾ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചവരാ, നിങ്ങൾക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് അവര് രണ്ടുപേരും എന്നോട് പറയാനായിട്ടിടയിൽ. പക്ഷെ ഞാൻ ഇതിന്റെ നടുക്ക് എനിക്ക് വചനത്തിന്റെ ആഴത്തിലൊന്നും ഞാൻ അങ്ങനെ അത്രയും ഡീപ്പായിട്ടൊന്നും വിശ്വാസത്തിൽ കടന്നു വന്നെങ്കിലും ദൈവമായിട്ടുള്ള വലിയ ബന്ധമൊന്നും വന്നില്ല. പ്രാർത്ഥിക്കും, ചർച്ചിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അഭിഷേകത്താലൊക്കെയും കർത്താവിനെ നിറച്ചു ഇതിനിടയ്ക്കൊക്കെയും സഭയിൽ വെച്ച്. എന്നാൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ നമുക്ക് വിഷമിപ്പിക്കാൻ, ഒരു മരുമകൾ എന്ന നിലയിലൊന്നും പറയാനും പറ്റത്തില്ല, ഹസ്ബൻഡിനെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ മിണ്ടാതിരുന്നു. എന്നാൽ ചേച്ചി വളരെ വിഷമത്തോടെ കടന്നുപോയി, ആന്റിയും കടന്നുപോയി. നവംബർ 4 ഞാൻ ഭവനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പെട്ടെന്ന് കാപ്പി കുടിച്ചിട്ടിരുന്നതാ, പെട്ടെന്ന് ഭയങ്കര വയറിന് വേദന, ഒരു സൈഡ് ഈ വലതുവശത്തായിട്ട് ഭയങ്കര വേദന. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കത്തി വെച്ച് എന്നെ എങ്ങനെ കീറുന്നോ അതുപോലത്തെ ഒരു വേദന. പെട്ടെന്ന് ഞാൻ എല്ലാവരെയും വിളിച്ചു, ഹസ്ബൻഡിനെ ഒക്കെ വിളിച്ചു. അവര് പറഞ്ഞു ഡെലിവറി പെയിൻ തുടങ്ങിയതായിരിക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഹസ്ബൻഡ് വന്നു. എന്നെ പാസ്റ്റർ ആന്റിയും എല്ലാവരും കടന്നു വന്നു. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, ഭയങ്കര വേദന, അതികഠിനമായ വേദന. എന്നിട്ട് ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഡെലിവറി പെയിൻ അല്ല, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം, ഡെലിവറിയുടെ ആ സിംറ്റം വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എനിക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് അതികഠിനമായ വേദനയാന്ന് പറഞ്ഞു. അവിടെ നിന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞു, ഈ കൊച്ചിന് ഭയങ്കര വേദനയാണ്, ഇത്രയും വേദനയുള്ള ആരെയും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അൾട്രാസൗണ്ട് ഒക്കെ സ്കാൻ ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇല്ല ഡെലിവറി ഇതായിട്ടില്ല, കുഞ്ഞിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ സമ്മതിക്കുന്നില്ല. അങ്ങനെ എന്നെ ലേബർ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. എന്റെ ഈ വേദന കാരണം ഡോക്ടർ പറഞ്ഞാൽ നിനക്കൊരു പെയിൻ കില്ലർ തരാം. പെയിൻ കില്ലർ തന്നു. ഞാൻ അവിടെ എന്നെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തു, ഒബ്സർവേഷനിലേക്ക് കിടത്തുക. പെയിൻ കില്ലർ തന്നതും ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നെ കാണുന്നവരൊക്കെ പറയുന്നുണ്ട്, ഈ കൊച്ചിനെ എന്താ ഇങ്ങനെ, ഈ സിസ്റ്ററിനെ എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്, പക്ഷെ ഡെലിവറി ഒന്നും ആയിട്ടും ഇല്ലല്ലോ. പിന്നെ എന്നെ കാണുമ്പോൾ ശരിക്കും വിളറിയിരിക്കുന്ന ഒരു അവസ്ഥ. എന്നെ ഡോക്ടേഴ്സ് വന്ന് കാണുന്നുണ്ട്, ഡെലിവറി അല്ല, എന്നെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പുറമെ ഒരു സിംറ്റം ഇല്ല. പക്ഷെ എനിക്ക് നല്ല വേദനയും ഭയങ്കര ബുദ്ധിമുട്ടും. അന്ന് ഒരു 11 മണിയൊക്കെ 10-11 മണിയായപ്പോഴാണ് ഞാൻ ലേബർ റൂമിൽ അഡ്മിറ്റ് ആയത്. വൈകിട്ട് വരെ ഞാൻ അവിടെ കിടന്നു. അതിനിടയ്ക്ക് ഒരു 3 മണി 4 മണിയായപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടു. അപ്പൊ സിസ്റ്റേഴ്സ്, എനിക്ക് വേറെ കുഴപ്പമില്ല, ഞാൻ കിടന്ന് ഉറങ്ങുന്നു, എനിക്ക് സെഡേഷൻ തന്നു, ഞാൻ കിടന്ന് ഉറങ്ങുക. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു നേരം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് ഇച്ചിരി കുറഞ്ഞു. ഞാൻ പെട്ടെന്ന് സിസ്റ്ററെ എന്ന് വിളിച്ചു. എനിക്ക് വിളിക്കാനുള്ള ആരോഗ്യവും ഇല്ല. അതുപോലെ ഞാൻ ഒത്തിരി ടയേർഡായി. പക്ഷെ സിസ്റ്റർ ഓടി വന്നു,
ഹാർട്ട് ബീറ്റ് പിന്നെ എന്നെ പൊസിഷനൊക്കെ തിരിച്ചു മറിച്ചും കിടത്തിയപ്പോൾ പിന്നെ ഹാർട്ട് റേറ്റ് കൂടി. ആ കുഞ്ഞ് പൊസിഷൻ മാറിയതായിരിക്കാം എന്ന് പറഞ്ഞ് കിടത്തി. അങ്ങനെ ഞാൻ അവിടെ കിടക്കുവാണ്. എന്നാൽ ഒരു രീതി കാലിന്റെ വേദന അപ്പോഴും ഉണ്ട്. കാലിന്റെ സിവിയർ ആയിട്ടുള്ള വേദന. വൈകിട്ട് ഒരു 7-8 മണിയായപ്പോഴത്തേന് ഒരു ഡോക്ടർ ഖാലിദ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ ഒരു ഡോക്ടർ അതിലേക്ക് കടന്നു വന്നു. ഡോക്ടർ പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്തു. എന്നെ ഇത് വന്ന് കാണുന്ന ഡോക്ടേഴ്സ് പറയുന്നത് എന്റെ പിത്തസഞ്ചിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാ. സ്കാൻ ചെയ്യുമ്പോൾ ഇവരിതാ പറയുന്നത്, പിത്തസഞ്ചിയിൽ വെള്ളം കെട്ടിക്കിടക്കുക, അതാ ഇവൾക്ക് ഇത്രയും വേദന. അതിന് സാധാരണ ജനറൽ സർജനെ ഒക്കെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. ബ്ലഡ് ടെസ്റ്റുകളൊക്കെ കുറെ ചെയ്തു. ഞാൻ അപ്പോഴും ലേബർ റൂമിൽ അഡ്മിറ്റാ. ഇത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ ഒരു 7-8 മണിയായപ്പോ ഒന്ന് സ്കാൻ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജിൻസി ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിസേറിയന് പോകാമെന്ന് പറഞ്ഞു. സിസേറിയന് പോകാന്ന് പറഞ്ഞു. വളരെ സന്തോഷമാണ്. ഇത്രയും നേരം വേദന അനുഭവിച്ചല്ലോ, ഇനി എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒരു 9:30-10 മണിയായപ്പോഴത്തേന് എന്നെ സിസേറിയൻ എടുത്ത് അവിടെ കാണുന്നത് എന്നെ അനസ്തീഷ്യ തന്നു. ഇത്രയും പെയിൻ ആയത് കാരണം അവര് ഫുൾ അനസ്തീഷ്യ തന്ന് എന്നെ ഫുള്ളായിട്ട് മയക്കിയിട്ട് അവര് ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് എന്റെ യൂട്രസ് റപ്ചറായി. പുറകുവശം, ഈ മുൻപുവശമല്ല, പുറകുവശം മൊത്തം ഈ പിഞ്ചി കീറിയത് പോലെ ഒരു പുറകുവശത്തിന്റെ യൂട്രസിന്റെ ഒരു ലെയർ ഇങ്ങനെ പിഞ്ചി കീറി കുഞ്ഞ് യൂട്രസ് ക്യാവിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കുക. സിവിയർ ബ്ലീഡിങ്, 2 ലിറ്ററോളം ബ്ലഡ് അന്ന് എന്റെ ശരീരത്തിൽ നിന്ന് പോയി. കുഞ്ഞിനെ 3.9 കിലോ ഉള്ള ഒരു ആൺകുഞ്ഞിനെ, ഒരു ഓമനത്തുമുള്ള ഒരു ആൺകുഞ്ഞിനെ അന്ന് അവര് പുറത്തെടുത്തു. പക്ഷെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയില്ല. കുഞ്ഞ് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. ഏകദേശം വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. നവംബറിന്റെ സമയത്താണ് ഡെലിവറിക്ക് 18-ാം തീയതി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുവായിരുന്നു കുഞ്ഞിനെ റിസീവ് ചെയ്യാനായിട്ട്. എന്നാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഡ്രസ്സ്, കമ്പിളി എല്ലാം മേടിച്ചു വെക്കും. ഡെലിവറി ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. തുണിയൊക്കെ ഞാൻ ഇത് നനച്ച് തേച്ച് ഒരു ആൺകുഞ്ഞിനുള്ള ഡ്രസ്സ് എല്ലാം റെഡിയാക്കി ഞങ്ങൾ സെറ്റായിട്ടിരുന്ന സമയത്താണ് ഈ ഡോക്ടർ ഇങ്ങനെ ഒരു സാഹചര്യം നടക്കുന്നത്. ഇത് യൂട്രസിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോ കുഞ്ഞിനൊട്ടും ശ്വാസം ഒന്നുമില്ല. കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയില കുഞ്ഞിനെ കിട്ടിയത്. എന്നാൽ അവര് ജീവൻ രക്ഷിക്കാനൊക്കെ നോക്കി, കിട്ടിയില്ല. അന്ന് ഇത് പറയാനായിട്ടുള്ള കാരണം, നമ്മള് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച 2 പേരാണ്. കള്ളൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂലിട പോകാനുള്ള ഇടം പോലും നമ്മൾ പിശാചിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മെ മുടിക്കുന്ന, അവൻ നമ്മെ നശിപ്പിക്കും. കർത്താവിന്റെ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തപ്പോൾ പിശാച് അതിന്റെ മേൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഞങ്ങളുടെ വലിയൊരു കുറവിനെ അന്ന് അതൊന്നും മനസ്സിലായില്ല. കുഞ്ഞെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് വലിയ വിഷമമായി. ഹസ്ബൻഡ് വലിയ വായിൽ കരച്ചില്. ഡോക്ടറിനെ വിളിച്ചിട്ട് പറയും, ഡോക്ടർ ഹസ്ബൻഡിനെയും സിസ്റ്ററിനെയും ഒക്കെ വിളിച്ചു പറഞ്ഞു, ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ്, എന്റെ ഈ സിസേറിയൻ ഈ ഒരു മയമക്ടമി ഈ ഒരു റപ്ചർ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ സിസ്റ്ററിലെ ചേച്ചി വണ്ടിയിൽ കൂടി ഡ്യൂട്ടിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവത്തിന്റെ വചനം ഇടപെടുക. ഇയ്യോബ് 42:2, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇതിങ്ങനെ ഈ വചനം 1-2 പ്രാവശ്യം ചേച്ചിയുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പൊ ചേച്ചി ഓർത്ത്, ഇതെന്താ ഈ വചനം ഇങ്ങനെ സംസാരിക്കുന്നത്, ഈ വചനം എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ സംസാരിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. എന്നാൽ ചേച്ചി ഇത് വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്കാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു കുറവ്. ആമേൻ പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോടെ, ആമേൻ 2 വഞ്ചിയിൽ കാല് വെക്കുന്നത് പോലെ ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അത് പിശാച് മുതലെടുക്കും. അന്ന് ആ തലമുറ, വാഗ്ദത്ത തലമുറ എന്ന് പറഞ്ഞത് പിശാചിന് ഞങ്ങൾ ഇടം കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. ആ കുഞ്ഞ് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. എന്നാൽ എന്നെ ജീവനോടെ കിട്ടേണ്ടതല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ അന്ന് എന്നോടും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ ജീവനോടെ, ആമേൻ സ്വർഗത്തിലെ ദൈവം ജീവനോടെ ആക്കി. അന്ന് പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററിലെ സിസ്റ്റേഴ്സ് ഒക്കെ എന്നോട് പറയാനായിട്ട് ഇടയായി, ഈ അന്നത്തെ ആ യൂട്രസിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും ഇനി ഒരു കുഞ്ഞിനെ അതിനകത്തുനിന്ന് ഉരുവാക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ ഒരു പഴയ തുണി പിഞ്ചി കീറിപ്പോയ അവസ്ഥ. എന്നാൽ ഒരു ഈജിപ്ഷ്യൻ ആയിട്ടുള്ള, ഒരു മിസ്രൈമനായിട്ടുള്ള ഒരു ഡോക്ടറിനോട് ഇന്ത്യൻ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ യൂട്രസ് ഇനി എടുത്ത് കളയാം, ഇനി ഹിസ്റ്ററക്ടമി ചെയ്ത് കളയാം. കാരണം ഈ ഒരു യൂട്രസിൽ ഇനി ഒരു കുഞ്ഞ്, കാരണം നമ്മൾ അടുത്തൊരു കുഞ്ഞുണ്ടായാൽ യൂട്രസ് എക്സ്പാൻഡ് ആകും, ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ
ഡോക്ടർ പറഞ്ഞു ഇല്ല, ഞാനത് ചെയ്യത്തില്ല, ഞാനത് റിപ്പയർ ചെയ്യും, ഇവർക്ക് ഇതിനകത്തുനിന്ന് തലമുറ ഉണ്ടാകുമെന്ന് ഒരു ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഇസ്രായേലായിട്ടുള്ള ഡോക്ടർ പറയുവാനായിട്ടിടയെ ആ ഡോക്ടർ അതിനെ തുന്നിക്കെട്ടി, ഒരു പഴയ തുണി എങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ച് തുന്നിക്കെട്ടുമോ അതുപോലെ തുന്നിക്കെട്ടി കുറെ ഡ്രെയിനുമായിട്ടൊക്കെയും എന്നെ വാർഡിലേക്ക് വിട്ടു. ഞാൻ വിവരം അറിയുന്നില്ല. എന്നെ ലേബർ റൂമിലേക്ക് വിട്ടു. ഏകദേശം 2 ലിറ്ററോളം ബ്ലഡ് പോയി. ബ്ലഡ് ഒക്കെയും എനിക്ക് റീപ്ലേസ് ചെയ്യുക. ഞാൻ കണ്ണു തുറക്കും. എന്റെ അനസ്തീഷ്യ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുന്നു. ഞാൻ കുഞ്ഞിനെ അന്വേഷിക്കുക. എന്നെ കാണുമ്പോൾ സിസ്റ്റേഴ്സ് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ സിസ്റ്റർ കുഞ്ഞിനെ കണ്ടോ ഡോക്ടർ സംസാരിക്കുന്നു പറഞ്ഞിട്ട് പോയി. ഞാൻ കുഞ്ഞിനെ നോക്കി വെയിറ്റ് ചെയ്യുക. പക്ഷെ ഇവരെനിക്ക് സെഡേഷൻ തന്നുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെയും ഉറങ്ങുക. രാത്രിയുടെ ഏതോ ഒരു യാമത്തില് ഡോക്ടർ വന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ സിസ്റ്റർ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, കുഞ്ഞിനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പെട്ടെന്ന് ഡോക്ടർ ഖാലിദിനെ വിളിച്ചു. ഡോക്ടർ ഖാലിദ് എന്റെ അടുത്തേക്ക് കടന്നു വന്നു. ഡോക്ടർ പറഞ്ഞു, ജിൻസിയും ഇതാണ് സംഭവം, ഞങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. വലിയ വായില് നിലവിളിച്ചു. കാരണം 4 വർഷമായിട്ട് ഞങ്ങൾ നോക്കിയിരുന്ന തലമുറയെ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ നോക്കിയിരുന്ന കുഞ്ഞാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയതിന് വളരെ കാര്യം. അപ്പൊ സിസേറിയൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നീയും രക്തം വാർന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നുവെന്ന്. എന്നാൽ കർത്താവ് ആ ഡോക്ടറിനെ ആ സമയത്ത് അയച്ച്, വേറെ ഒരു ഡോക്ടേഴ്സും എന്നെ, ഇന്ത്യൻ ഡോക്ടേഴ്സും മലയാളി ഡോക്ടേഴ്സും ഒക്കെയാണ്, എന്നാൽ ആ സമയത്ത് ആ ഡോക്ടറിനെ അയച്ച് എന്റെ ജീവൻ രക്ഷപ്പെടുത്തി. ഞങ്ങളിത് പിന്നീട് ഒരു മാസത്തോളം ഞങ്ങൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ചേച്ചി എന്റെ കൂടെ ഇരുന്ന് വചനം തന്ന് എന്നെ ബലപ്പെടുത്തി. കാരണം വേറെ ഒരു മനുഷ്യന്റെ ഒരു വാക്കിനും എന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സിസ്റ്ററിൽ എന്റെ കൂടെ ഇരുന്ന് വചനം ഓരോ ദിവസവും വചനം പറഞ്ഞ് 1 മാസത്തോളം ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞു. 1 മാസത്തോളം ആ പ്രഗ്നൻസിയുടെ ആ ഒരു ശുശ്രൂഷകളൊക്കെയും ചെയ്തുകൊണ്ട് ചേച്ചിയുടെ ഭവനത്തിലായിരുന്നു ഞാനും ഹസ്ബൻഡും. ഓരോ ദിവസവും എൻ്റെ അടുത്ത് വന്നിരുന്ന് വചനം പറയും. ഹല്ലേലൂയ. വചനത്തിന് മാത്രമേ നമ്മളെ പൂർണ്ണമായിട്ട് ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ വലിയ സമാധാനത്താൽ ദൈവം എന്നെ നിറച്ചു. 1 മാസം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഇവിടെ 1 മാസമൊക്കെയാണ് മെറ്റേണിറ്റി ലീവ്. ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. പിന്നെയും ഈ കാലിന്റെ വേദന, പ്രഗ്നൻസി തുടങ്ങിയില്ലായിരുന്നു, ആ കാലിന്റെ വേദന പിന്നെയും കണ്ടിന്യൂ. ഇടയ്ക്ക് കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേന് വീണ്ടും കാലിന്റെ വേദന. ഈ ഒരു സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് ന്യൂറോ ഹോസ്പിറ്റലിലാണ്. അപ്പൊ എന്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ന്യൂറോ ഒരു ഡോക്ടറിനെ കാണാമെന്ന്. അങ്ങനെ ന്യൂറോ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ MRI സജസ്റ്റ് ചെയ്തു. നടുവിന്റെ MRI ചെയ്യാനായിട്ട്. ഞാൻ MRI ഡിപ്പാർട്ട്മെന്റിൽ കടന്നു ചെന്ന് MRI ചെയ്യാനായിട്ട് കയറി കടന്നു. MRI അവർ ചെയ്യാൻ തുടങ്ങിയ ടെക്നീഷ്യൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. എന്നോട് പറഞ്ഞു, സിസ്റ്റർ പൊക്കോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. MRI ചെയ്യാൻ തുടങ്ങി തിരിച്ച് പകുതിയായപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞു, പൊക്കോ, ഞങ്ങൾ നാളെ വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ തിരിച്ച് വാർഡിലേക്ക് വന്നു. പിറ്റേ ദിവസം എന്നെ MRI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചു. നീ ഇപ്പൊ തന്നെ ഇവിടെ വരണം, നിനക്ക് MRI വിത്ത് ഡൈ തന്നുകൊണ്ട് MRI ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ കടന്നു. എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ചെന്ന് MRI ചെയ്തു. MRI ചെയ്തപ്പോഴത്തേക്കിന് എന്റെ ഡോക്ടർ പറഞ്ഞത് നടുവ് താഴത്തെ ഭാഗം മാത്രം ചെയ്യാനായിട്ടാണ്. ഇവര് ചെയ്യുന്നത് നടുവിന്റെ മുകൾ ഭാഗം തൊട്ട് അവർ MRI ചെയ്യാനായിട്ട് തുടങ്ങി. MRI ചെയ്ത് ഡോക്ടർ ഡൈ തന്ന് MRI ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. റിപ്പോർട്ട് എഴുതാൻ വന്ന ഡോക്ടർ ഈ റിപ്പോർട്ട് എന്റെ MRI കണ്ടിട്ട് ചോദിച്ചു, ഒന്നുകിൽ ഈ MRI ചെയ്ത എന്റെ, കാരണം MRI ചെയ്ത ഡോക്ടർ ഇത് കാണുന്നത് എന്റെ നടുവിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ മുഴകൾ, കഴുത്തിന്റെ ഭാഗം മുതൽ നടുവിന്റെ താഴെ വരെ ചെറിയ ചെറിയ മുഴകളാണ്, എല്ലാം ഒരു ഗ്രോത്ത് പോലെ മൊത്തം നടുവിനും. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഈ സിസ്റ്റർ ഒന്നുകിൽ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ ഈ സിസ്റ്റർ ഫുള്ളായിട്ട് ഈ MRI ഈ ഒരു റിപ്പോർട്ടിലുള്ള ആൾ ഒന്നുകിൽ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ കിടപ്പായിരിക്കും, ഫുൾ കിടപ്പായിരിക്കും. കാരണം അത്രത്തോളം ഈ ഒരു ഡോക്ടർ പറഞ്ഞത് ഇത് ക്യാൻസർ സെൽസ് എന്നാണ്. ഹല്ലേലൂയ. ഇത് വേറൊരു ഓർഗനിൽ നിന്ന്, ഒരിക്കലും സ്പൈനിലേക്ക് ആദ്യമായിട്ട് ക്യാൻസർ വരത്തില്ല. ഒരു അവയവത്തിൽ നിന്ന് പടർന്നേ ഒരിക്കലും ഒരു സ്പൈനിലേക്ക് ക്യാൻസർ വരത്തുള്ളൂ. അപ്പൊ എന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തു. അപ്പം ഈ ഫൈബ്രോയിഡ്, എന്റെ യൂട്രസിൽ നിന്നുള്ള ഫൈബ്രോയിഡ് ചിലപ്പോൾ ക്യാൻസർ ആയിരുന്നു കാണാം, അതായിരിക്കാം സ്പൈനിലേക്ക് പടർന്നത്. ഡോക്ടർ റിപ്പോർട്ട് എഴുതി, അപ്പിയറൻസ് ഓഫ് ബോൺ മെറ്റസ്റ്റാസിസ്. ബോൺ മെറ്റസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ വേറൊരു അവയവത്തിൽ നിന്ന് ഈ സ്പൈനിലേക്ക്
മൊത്തമായിട്ട് പടർന്നിരിക്കുന്നതായിട്ട് ഡോക്ടർ എത്രയും വേഗം ഇവളെ അഡ്മിറ്റ് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം ഇവളെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിൽ എന്നെ ആ വാർഡിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ക്യാൻസർ ഡോക്ടേഴ്സിനെ എന്നെ റെഫർ ചെയ്തു. പിന്നെ കുറേ ടെസ്റ്റുകൾ, CT, എന്റെ വയറിന്റെ CT, എന്റെ നടുവിന്റെ CT, പെറ്റ് സ്കാൻ, മാമോഗ്രാഫി, എല്ലാം ഒത്തിരി സ്കാനുകൾ. ആദ്യം എനിക്കിത് ആദ്യത്തെ ഇതെന്താന്ന് മനസ്സിലായില്ല. സ്കാനുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നേഴ്സാണല്ലോ മനസ്സിലായി ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്റെ സിസ്റ്ററിലൊക്കെ കടന്നു എന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റ് ആക്കി കടത്തിയേക്കുക. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെ കാണാൻ വരാൻ തുടങ്ങി. ഡോക്ടേഴ്സ് എന്റെ ഫയല്, എന്റെ സിസ്റ്ററിൽ എന്റെ കൂടെ നിൽക്കുക. ഡോക്ടർമാർ കടന്നു വന്നു എന്നെ കാണുന്നവരെ. പക്ഷെ ഈ ഒരു പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവരൊരു ഡൈ തന്നിട്ട് നമ്മളെ 1 മണിക്കൂറത്തേക്കിന് ഒരു മുറിയിലേക്ക് കയറ്റിയിരുത്തും. എന്നിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി പെറ്റ് സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ എന്തിനാന്നുള്ളത്. എന്നാ ഞാൻ ഈ ഒരു വചനം ഇയ്യോബ് 42:2 ചേച്ചി എന്നോട് പറഞ്ഞു, ഈ വചനം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പെറ്റ് സ്കാൻ നമ്മളെ തനിച്ച് ആ മുറി കയറ്റിയിരുന്നു. ഞാൻ കർത്താവിനോട്, കർത്താവ്, ഞാൻ ഈ കടന്നുപോയ അവസ്ഥ, എന്റെ തലമുറ നഷ്ടപ്പെട്ടു, ഇപ്പൊ ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥ കർത്താവ് നീ അറിയുന്നു, നിനക്ക് സകലവും കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്താണെന്നൊന്നും ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും കാരണം ഹോസ്പിറ്റലിൽ മൊത്തം, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മൊത്തം എല്ലാവരും അറിഞ്ഞു ജിൻസി ഇങ്ങനെ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന്. ഇതുപോലെ തന്നെ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കാരണം ഇത് ഓൾറെഡി സ്പൈൻ മൊത്തം പടർന്നു കഴിഞ്ഞു, ഇനി ഒരു ട്രീറ്റ്മെന്റും ഇല്ല, പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഇനി ചെയ്യാനായിട്ടുള്ളൂ, വേറെ ഓർഗൻസിലേക്ക് പടർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സ്കാൻ ചെയ്യുക. ക്യാൻസർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു. റിപ്പോർട്ട്സ് എല്ലാം കണ്ടിട്ട് എന്നോട് പറഞ്ഞു വി വിൽ സീ യു സൂൺ എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് തിരിച്ചു പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഡോക്ടർ ഞങ്ങളുടെ ന്യൂറോ ഡോക്ടർ എന്റെ അടുത്ത് വന്നു. ജിൻസി, ഞങ്ങൾക്ക് പരിചയമുണ്ട് അവരൊക്കെ. സിസ്റ്ററിലും എന്റെ അടുത്ത് നിൽക്കുക. ചേച്ചി എന്റെ ഫയല് തുറന്ന് ഇതെല്ലാം കണ്ടു. ചേച്ചി ഫയൽ അടച്ചു വെച്ചു. ഡോക്ടർ എന്നോട് ഒന്ന് പറഞ്ഞു, ജിൻസി നീ ഒരു നേഴ്സാ, നീ ഇത് റിപ്പോർട്ട് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത്, അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഈ റിപ്പോർട്ട്സ് കണ്ടിട്ട് ഇത് ക്യാൻസർ എന്നാണ്. ഡോക്ടർ അങ്ങനെ ഫയൽ അടച്ചു വെച്ചിട്ട് തിരിച്ചു പോയിട്ട് ചേച്ചി പറഞ്ഞു 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ നമ്മളിങ്ങനെ അവസാനമായിട്ട് നമ്മൾ കിടക്കുന്ന പാലിയേറ്റീവിലെ രോഗി എങ്ങനെ കാണുന്നു അതുപോലെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും വന്ന് എന്നെ കാണുക. എല്ലാവരും അറിഞ്ഞ് എന്നെ കാണാൻ വരുക. പല വാർഡുകളിൽ നിന്ന് എന്നെ പരിചയമുള്ളവര്, സഭയിൽ നിന്ന് എല്ലാവരും എന്നെ കാണാൻ വരുക. എന്നാൽ സഭ പ്രാർത്ഥനയിലിരുന്നു, ഉപവാസത്തിലിരുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ഈ ഡോക്ടർ ഇത് പറഞ്ഞു പോയതും ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ വായിൽ നിന്ന് ഈ ഒരു വാക്യമേ വരാവുള്ളൂ. സങ്കീർത്തനം 118:17 ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ ഒരു വാക്യം മാത്രമേ നിന്റെ വായിൽ നിന്ന് വരാവുള്ളൂ എന്ന് പറഞ്ഞു. ആ വചനം പ്രിയമുള്ളവരെ, മനുഷ്യർ വേറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരുടെ വാക്കുകൾക്ക് എത്ര ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് ഹല്ലേലൂയ അത് ടെമ്പററി ആണ്. എന്നാൽ ദൈവത്തിന്റെ വചനം അത് വാള് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വലിയൊരു സമാധാനം. എന്റെ മനസ്സിലൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ വചനം എന്നാ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കിന് അതൊരു വലിയൊരു വിശ്വാസമായിട്ട് എന്റെ ഉള്ളിൽ വ്യാപരിച്ചു. ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോ, ഇത് മാത്രമേ നീ പറയാവുള്ളൂ, നിന്റെ വായിൽ നിന്ന് ഇതേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. ഹല്ലേലൂയ. ചേച്ചി എന്നിട്ട് ഡ്യൂട്ടിക്ക് വേണ്ടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ, ഇവര് തമ്മിൽ ഒരു പരിചയമില്ല, സിസ്റ്റർ എന്നെ വിളിച്ചു. ഒരു വിശ്വാസിയായിട്ടുള്ള സിസ്റ്റർ ബോബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഇതൊക്കെ കേട്ടു, പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇന്ന് യഹോവയുടെ പ്രവൃത്തികൾ വർണ്ണിക്കും. രണ്ടാമത്തെ ആള് ഈ സിസ്റ്ററിനോട് നീ ഇത് മാത്രമേ പറയാവുള്ളൂ, നിന്റെ വായിൽ നിന്ന് ഇതേ വരാവുള്ളൂ, ഈ സെയിം തന്നെ. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സിസ്റ്റർ ബോബി ഇപ്പൊ ഈ ചേച്ചി എന്നോട് പറഞ്ഞതേ ഉള്ളൂ, അപ്പം നീ ഇത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒരേ ദിവസം നടക്കുന്ന കാര്യമാ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ വന്ന് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആന്റിയോട് വിഷയം പറഞ്ഞു. ആന്റി ഒരു കവർ കൈ കൊടുത്തിട്ട് പറഞ്ഞു ജിൻസിയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ചേച്ചി വൈകിട്ട് എന്നെ കാണാൻ വന്നപ്പോ ഇത് എന്റെ കൈ തന്നു, ആന്റി തന്നെയാന്ന് പറഞ്ഞു. തുറന്നപ്പോൾ ഈ സെയിം വചനം, അതിന്റെ ഇംഗ്ലീഷ്, I shall not die, I will live and proclaim the work of the Lord. ഇതിന്റെ ഇംഗ്ലീഷ് ഒരു വലിയൊരു പ്ലക്കാർഡ്. ഇത് ഒരു ദിവസം 3 വ്യത്യസ്തമായ ആൾക്കാരിൽ കൂടി ഒരു വചനം ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുമോ? ദൈവം അയക്കുന്ന വചനം ഒരിക്കലും അത് വൃഥാവായി മടങ്ങി പോകുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ഹല്ലേലൂയ 12 വർഷങ്ങൾക്ക് ഇപ്പുറവും ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയെ വർണ്ണിക്കുവാനായിട്ട് അടിയനെ ജീവനോടെ ദൈവം നിലനിർത്തിയിരിക്കുന്നത്. ചേച്ചി എന്ത് ചെയ്തു? ഈ കാർഡിനെ എടുത്ത് എന്റെ ബെഡിന്റെ സൈഡിലോട്ട് അങ്ങ് ഫിക്സ് ചെയ്തു. എല്ലാവരും എന്നെ കാണാൻ വരുന്നത് പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന ഒരു സിസ്റ്ററിനെ കാണാനായിട്ട് കടന്നു വരുമ്പോൾ എന്റെ മേട്രൻസ്, ഡോക്ടേഴ്സ്, കാരണം അത് ഇംഗ്ലീഷും കൂടാ, എന്നെ നോക്കും, ഈ കാർഡിലേക്ക് നോക്കും, ഐ ഷാൽ നോട്ട് ഡൈ,
അവരിത് നോക്കിയിട്ട് വചനം നോക്കുന്നു, എന്നെ നോക്കുന്നു. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ അവിടെ കിടക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവം വചനം അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഈ വചനം ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. പിന്നീട് ഹല്ലേലൂയ സഭ പ്രാർത്ഥിച്ചു, അനേകര് പ്രാർത്ഥിച്ചു. എനിക്ക് പരിചയമുള്ളവര് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സഭയിലെ ദേവദാസനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെയും ഇരുന്നു. ഞങ്ങളുടെ ആന്റി പ്രത്യേകം ഈ സമയം അവരുടെയൊക്കെയും പ്രാർത്ഥന, ഒരു സഭയുടെ പ്രാർത്ഥന വളരെ ഹല്ലേലൂയ ഫലമേറിയതാണ്. ഹല്ലേലൂയ കർത്താവ് ഒരിക്കലും ഹല്ലേലൂയ ഒരു സഭ നമ്മുടെ പുറകിൽ ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ പുറകിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ അങ്ങനെ ഓരോ സ്കാനുകൾ ഒത്തിരി, ഓരോ ദിവസവും ഡോക്ടേഴ്സ് ഒത്തിരി സ്കാനുകൾ ഒക്കെയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഹല്ലേലൂയ വിശ്വാസവും എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ വചനം അടിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും എന്റെ ചുറ്റിനും വന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കും. ഇതൊക്കെയും എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഡിസംബർ 30 എന്റെ ഹസ്ബൻഡിന് പക്ഷെ കാരണം എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ വലിയൊരു വിഷമത്തിന് ഇതിടയായി. കാരണം കുഞ്ഞ് നഷ്ടപ്പെട്ടു. 1 മാസത്തിനകത്താണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. കാരണം ഞാനും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും എന്നുള്ള അവസ്ഥയിൽ ഞാൻ അവിടെ കിടക്കുന്നത്. ഹസ്ബൻഡിന് ഇതുമായിട്ട് ഈ വിശ്വാസത്തിലേക്കൊക്കെ ഇത് അങ്ങോട്ട് ഏറ്റെടുക്കാനായിട്ട് പ്രയാസം. കാരണം കൺമുമ്പിൽ കാണുന്നത് അങ്ങനെ തീരെ മെലിഞ്ഞ ഒന്നുമില്ലാത്ത ഒരു ശരീരമായിട്ടാണ് ഞാൻ അവിടെ കിടക്കുന്നത്. അങ്ങനെ ആ സമയത്താണ് ഈ ഡിസംബർ 31 ബയോപ്സി എടുക്കാനായിട്ട് ക്യാൻസർ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തു. 2013 ഡിസംബർ 31 ബയോപ്സിക്കായിട്ട് നിങ്ങൾ കടന്നു ചെല്ലണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഫിക്സ് ചെയ്തു. ഡിസംബർ 30 ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഡിസംബർ 30 ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു കസിൻ ഇവിടെ തന്നെ കുവൈറ്റിൽ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നതാ. ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് ഇടയായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഞാൻ ഹസ്ബൻഡ് എന്റെ വാർഡിൽ ഇരിക്കുക. ഞാൻ അഡ്മിറ്റ് ആയി കിടക്കുന്ന വാർഡിൽ ഇരിക്കുക. പെട്ടെന്ന് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് കസിൻ എന്നെ, മനോജ് എന്നാണ് ആ ബ്രദറിന്റെ പേര്. ബ്രദർ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ ദൈവം ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ TV യിൽ കാണുന്നത് പോലെ ഒരു ദർശനം കാണുക. ഒരു ദൂതൻ ഒരു വലിയൊരു ഒരു എല്ലുമായിട്ട് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഇങ്ങനെ മധ്യാകാശത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ദൈവം കാണിക്കുക. കാരണം നിങ്ങളുടെ ഒരു സമർപ്പണത്തിന്റെ കുറവ് ഹല്ലേലൂയ ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം നിങ്ങൾ 2 വഞ്ചിയിൽ ഹല്ലേലൂയ കാല് വെക്കുന്ന അവസ്ഥയിലാ. നിങ്ങൾ ഹല്ലേലൂയ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 2 നിങ്ങൾ ജലത്തിൽ ദൈവത്തെ സാക്ഷീകരിച്ചവരാ. ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ 2 പേരേതായിട്ട് സേവിപ്പാൻ ഒരിക്കലും കഴിയുകയില്ല. നിങ്ങൾ ഇന്ന് നിങ്ങൾ 2 പേരും പൂർണ്ണമായിട്ട് ദൈവസന്നിധിയെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ ദൂതൻ ആ എല്ലിനെ പുതിയ ബോണിനെ ചേച്ചിയുടെ ശരീരത്തിൽ ഫിക്സ് ചെയ്തിട്ട് ഹല്ലേലൂയ തിരിച്ച് കടന്നു പോകുമെന്ന്. എനിക്ക് ഉറങ്ങാൻ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ നിന്ന ആളാ. പക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ട്. നിങ്ങൾ സമർപ്പിച്ചാൽ ഇന്നിവിടെ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനുണ്ട്. ഹല്ലേലൂയ നിങ്ങളുടെ കയ്യിലാ. നിങ്ങളുടെ ഹല്ലേലൂയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് പറയുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒന്നും പറയാനില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കാരണം ഒരു തലമുറ നഷ്ടപ്പെട്ടതിന്റെ വേദന പൂർണ്ണമായിട്ട് മാറിയില്ല. അതിനു മുൻപ് ഹല്ലേലൂയ എന്റെ ജീവൻ കടന്നു പോവുക. ഹല്ലേലൂയ ഞാൻ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ആ ഹോസ്പിറ്റലിന്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് ഇനി ഞാൻ ജീവിക്കുവാണെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട്, കർത്താവ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാനല്ല, പൂർണ്ണമായിട്ട് എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവദാസനെ വിളിച്ച് മാപ്പ് പറയുകയൊക്കെയും ചെയ്തു. കർത്താവ് ദേവദാസിനെ എനിക്ക് പൂർണ്ണമായിട്ട് നിൽക്കുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ സഭയിലെ ദേവദാസ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നതായിരുന്നു. കാരണം ഇങ്ങനെ 2 രീതിയിൽ നിൽക്കുന്നതാണ്. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ദേവദാസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഡിസംബർ 30 സംഭവിച്ചു. 31 ഞങ്ങൾ ബയോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിൽ കടന്നുപോയി. ബയോപ്സി ചെയ്തു, തിരിച്ച് കടന്നു വന്നു. 31 വാഷ് നൈറ്റ് സർവീസ്, ന്യൂ ഇയർ സർവീസ് നടക്കുവാണല്ലോ. ഹല്ലേലൂയ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് ഞാൻ ഒട്ടും നടക്കാനൊന്നും പാടില്ല, എല്ലാം ഞാൻ വീൽ ചെയറിലാണ്. കാരണം ഈ ഇങ്ങനത്തെ ഒരു നടുവുള്ള ഒരാൾ ഒരിക്കലും, സ്പൈനുള്ള ഒരാൾ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് എനിക്ക് ന്യൂ ഇയർ സർവീസിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അന്ന് നമുക്ക് സുഖമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് 2013 ലാസ്റ്റിലാ ചേച്ചി ഞാൻ പറഞ്ഞു എനിക്ക് ചർച്ചിൽ കടന്നു വരണം, എനിക്ക് വലിയ ആഗ്രഹം. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു എന്റെ പൂർണ്ണ സമ്മതം ഞാൻ തരത്തില്ല, നിങ്ങളുടെ റിസ്ക്
നിങ്ങൾ പോകണം, ഞങ്ങൾ അതൊക്കെ സൈൻ ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീൽ ചെയറിൽ നേരെ ചർച്ചിലേക്ക് കടന്നുപോയി. ചർച്ചിൽ പോയിരുന്ന സഭയിൽ കസാരയിൽ ഒരു പില്ലോ ഒക്കെ ഇട്ടിരുന്ന് എന്നെ കണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമം. പക്ഷെ സഭ പ്രാർത്ഥിക്കുന്നു, സഭ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമീൻ. ആരാധന തുടങ്ങി. ദൈവദാസൻ വചനം പറഞ്ഞു. ആമീൻ. ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ആരാധിക്കാൻ തുടങ്ങി. ആ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം എന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. അനങ്ങുവാൻ പോലും സാധിക്കാതെ ഇരുന്ന ഞാൻ ഒന്ന് തിരിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം, എന്റെ കാൽ എടുത്തു വെക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. എന്നാൽ ആ 31-ാം തീയതി രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാനൊരു പേടമാൻ മാനിനെ പോലെ തുള്ളിച്ചാടാനും ആത്മാവിൽ ആരാധിക്കുവാനുമായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. ഒരാൾക്ക് എന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ എന്നെ 2-3 പേര് പിടിച്ചിട്ടും നിർത്തുവാൻ പറ്റാത്ത അളവിലുള്ള ഭയങ്കരമായിട്ടുള്ള ദൈവ സാന്നിധ്യം ഹല്ലേലൂയ എന്റെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായി. അന്ന് ഹല്ലേലൂയ ദൈവത്തിന് എനിക്ക് കിട്ടിയ വാഗ്ദത്ത വചനമാണ് ഹഗ്ഗായി 2-ന്റെ ഹല്ലേലൂയ, ആമേൻ, 18-19. ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെച്ചുകൊള്ളി. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസത്തിൽ തന്നെ 29-ാം മാസം 24-ാം തീയതി തന്നെ നിങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ദൃഷ്ടി വെച്ചുകൊള്ളുവീൻ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കളപ്പുരയിൽ കിടക്കുന്ന മുന്തിരിയുടെയോ അത്രവൃക്ഷോ മാതളോ ഒലിമരവും കായ്ക്കുന്നില്ലയോ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 2014, ആമേൻ, ഹല്ലേലൂയ, ജാനുവരി 1-ാം തീയതി ഈ വാഗ്ദത്ത വചനം ലഭിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ കടന്നു വന്നു. ബയോപ്സി അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, ബയോപ്സി റിസൾട്ട് വന്നിട്ട് ഇനി നീ വന്നാൽ മതി, ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കടന്ന് തിരിച്ചു വിട്ടു. 2014 ജാനുവരി 4-ാം തീയതി 4 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ ഹലീലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാ. ആമേൻ, ഹല്ലേലൂയ. ക്യാൻസർ ഹോസ്പിറ്റൽസിലെ ഓങ്കോളജി സർജൻ ഡോക്ടർ ഫിലിപ്പ്, മലയാളിയാണ്. ഡോക്ടർ ഫിലിപ്പ് എന്നെ വിളിച്ചു. ജിൻസിയുടെ ബയോപ്സി റിസൾട്ട് വന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു ക്യാൻസർ സെൽസ് പോലും നിന്റെ ശരീരത്തിൽ ഇല്ല എന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കും. നമ്മുടെ കുറവുകളെ, ആമേൻ, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് വേണം. ദൈവത്തിന് നമ്മളെ പകുതിയായിട്ട് ഹാഫ് ഒരിക്കലും വേണ്ട. ദൈവത്തിന്റെ സന്നിധി നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി മറ്റുള്ളവർ കാണുകെ ദൈവം അത് വെളിപ്പെടുത്തി ഇരിക്കും. ഹല്ലേലൂയ. അനേകരെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എല്ലാവരും വന്ന് കണ്ടതാ. അമ്മ മരിക്കാൻ കിടക്കുന്ന ഒരാളെ പോലെ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരുണ്ട്, ഇനി ഇവിടെ കാണാൻ പറ്റത്തില്ലെന്ന് ഫോട്ടോ എടുത്തവരുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അമ്മേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, അമ്മേൻ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, വളരെ സന്തോഷം. അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം എന്റെ, അമ്മേൻ, നമ്മുടെ ഉള്ളത്തെ ദൈവത്തിന്റെ വചനം സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരയാനായിട്ട് സാധിക്കത്തില്ല. അമ്മേൻ, ഹല്ലേലൂയ. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന്റെ ഞാൻ വലിയ വായിൽ കരഞ്ഞു കാണും എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർത്ത്. ഹല്ലേലൂയ, ആമേൻ. സോ വളരെ സന്തോഷം. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ക്വേറ്റി, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ക്വേറ്റി ഹെഡ് നേഴ്സ്, അവരൊക്കെ തുള്ളി ചാടുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ സന്തോഷം. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെയും എന്റെ ഭവനത്തിൽ കടന്നു വന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കാണുവാനായിട്ട്, ആമേൻ, ഈ ദേശത്ത് വലിയൊരു സാക്ഷ്യമായി മാറുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞു. ഡോക്ടേഴ്സിനൊക്കെ വളരെ അത്ഭുതം. ഹല്ലേലൂയ, ക്യാൻസർ ഡോക്ടേഴ്സിന് ഭയങ്കര അത്ഭുതം. ഹല്ലേലൂയ, ഇത് സച്ച് എ മിറക്കിൾ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് ഇതൊക്കെയും കഴിഞ്ഞു. ജാനുവരി ഒരു 10-ാം തീയതി ഒക്കെ ആയി. എല്ലാം നോർമലായി. പക്ഷെ ഈ കാലിന് വേദന മാറുന്നില്ല. കാലിന് വേദന അപ്പോഴും ആ സിംറ്റം അവിടെ ഉണ്ട്. മീൻ എന്ത് വെച്ച് കാലിന് വേദന മാറുന്നില്ല. പല മരുന്നുകള് വേദനയുടെ മരുന്നുകളൊന്നും ഞാൻ കഴിച്ചില്ല. വൈറ്റമിൻ ഗുളിയെ മാത്രമേ ഡോക്ടേഴ്സ് എനിക്ക് തന്നുള്ളൂ. ഇനി നിനക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. പക്ഷെ കാലിന് വേദന മാറുന്നില്ല. കാലിന് വേദന, അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു പതുക്കെ മാറിക്കോളുമായിരിക്കും. പക്ഷെ നമുക്കിത് ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 1 മാസത്തെ ലീവ് എന്റെ ഹെഡ് നേഴ്സ് തന്നു. നീ 1 മാസത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് ഇന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസത്തെ ലീവ് നാട്ടിലേക്ക് കടന്നുപോയി. പക്ഷെ എല്ലാം ഓക്കെ ആയി. പക്ഷെ തലമുറ നഷ്ടപ്പെട്ട വേദനയിൽ എന്റെ മാതാപിതാക്കളും അച്ഛന്റെ മാതാപിതാക്കളും ഇരിക്കുക. അതുപോലെ തന്നെ ഞാൻ കടന്നു ചെന്നു. എല്ലാം എന്റെ ക്യാൻസർ ഇതെല്ലാം നോർമലായി. പക്ഷെ എന്റെ കാലിന്റെ വേദന മാറാത്തത് കൊണ്ട് ഇവർക്ക് വലിയ വിഷമം. ഒരിടത്ത് ഇരുന്നിട്ട് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം അപ്പോഴും വേണം. തിരിഞ്ഞിട്ട് കിടക്കാൻ ഒരാളുടെ സഹായം വേണം. അതികഠിനമായ വേദന അപ്പോഴും. അപ്പൊ ഞാൻ കർത്താവ്, എന്തുകൊണ്ട് ഈ വേദന മാറാത്തത്? അത് വലിയൊരു വിഷമമായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഈ ഒരു വേദനയോടെ ഇരിക്കുന്ന അവർക്ക് ഭയങ്കര കരച്ചിൽ. പ്രത്യേകിച്ച് എന്റെ ഫാദറിലോ, എന്റെ അപ്പ, എന്റെ പപ്പ, എന്റെ മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട് എന്നെ ഒത്തിരി അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അപ്പ എന്റെ പപ്പ, ഹസ്ബൻഡിന്റെ പപ്പ ഞങ്ങളെ വളരെ സ്നേഹിക്കുന്നു. എന്റെ മോൾക്ക് എന്താ ഇങ്ങനെ വന്നത്, ഈ ഒരു വേദന എന്താ മാറാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ ഒത്തിരി വിഷമിക്കുക. അവരെപ്പോഴും മർത്തമേലാണ്. പപ്പ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം വഴിയിൽ ഇങ്ങനെ നിന്ന സമയത്താണ് പപ്പയുടെ ഒരു ഫ്രണ്ട്, പപ്പയുടെ കൂടെ ജോലി ചെയ്തൊക്കെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ മർത്തോമേ തന്നെ ഉണ്ടായിരുന്ന ഫ്രണ്ട്,
ആ ആ അങ്കിള് പാസ്റ്ററായിട്ട് മാറിയത്, പിന്നെ വിശ്വാസത്തിൽ വന്ന് പാസ്റ്ററായി. പാസ്റ്റർ കുഞ്ഞുമോൻ എന്നാണ് പേര്. പാസ്റ്റർ അങ്കിളിനെ വഴി വെച്ചുകൊണ്ട്, എന്ത് പറ്റി രാജുവിന്റെ മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പപ്പായോട്. എന്റെ മോൾ ഇങ്ങനെ വലിയ വിഷമത്തിൽ കൂടെ കടന്നു പോവുക, എനിക്ക് അവളെ കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ, എനിക്ക് വളരെ വിഷമമാണെന്ന് പറഞ്ഞിട്ട് പപ്പ ഇങ്ങനെ വിഷമം പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, പ്രാർത്ഥിക്കാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പാസ്റ്ററും വേറൊരു തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്ററും കൂടെ ഭവനത്തിലേക്ക് കടന്നു വന്നു, ദൈവം വഴിയൊരുക്കുന്നത്. ഹല്ലേലൂയ. ദേവദാസിന്റെ ഞാൻ പാസ്റ്റർ നമുക്ക് ഒരു ദിവസം ഇവിടെ പ്രാർത്ഥന നടത്താം. പ്രാർത്ഥന നടത്താം. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, എന്റെ മകള് ഈ ഇത്ര വേദനയെ കൂടെ കടന്നുപോയി. അപ്പൊ സുവിശേഷമൊക്കെയും ഈ പാസ്റ്റർമാര് അപ്പായോടും ഒക്കെ പറയുക, എന്റെ മോൾക്ക് ദൈവം ഒരു വിടുതൽ കൊടുത്താൽ ഞാൻ ഈ കർത്താവിൽ വിശ്വസിക്കാം, ഞാനിത് എന്റെ കർത്താവിനായിട്ട് ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ദൈവം ഇത് കേട്ടു. ദൈവം ഇത് കേൾക്കാതിരിക്കുമോ? കാരണം വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകള് ഹല്ലേലൂയ അപ്പായ്ക്ക് ഉണ്ടായിരുന്നു. എന്റെ അപ്പ വിശ്വാസത്തിൽ വരണമെന്ന്. ഹല്ലേലൂയ. വീട്ടിൽ ഭവനത്തിൽ പ്രാർത്ഥന വെച്ചു. എന്റെ മാതാപിതാക്കൾ കടന്നു വന്നു. ഞങ്ങൾ അപ്പായമ്മ ഞങ്ങൾ എല്ലാവരും ഇരിക്കുക. ദേവദാസന്മാർ ആരാധന തുടങ്ങി. ആരാധന മധ്യ ദേവദാസൻ എന്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ 2031 അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം ഞാൻ അവിടെയും അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, രോഗത്തിന്റെ വലിയൊരു കെട്ട് ഹല്ലേലൂയ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ഭയങ്കര ദൈവസാന്നിധ്യത്താൽ ഞാൻ നിറയപ്പെട്ടു. സിവിയറായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞു. അപ്പോഴും നടക്കുന്നത് ആ കാലുവേദനയായിട്ട് തന്നെയാണ് നടക്കുന്നത്. രാത്രിയിൽ ഹോസ്പിറ്റലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോർമലായിട്ട് നടക്കുക. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ടി ഞാൻ ചാടി എഴുന്നേൽക്കുന്നു, നടക്കും. 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോർമലായിട്ടാണല്ലോ നടക്കുന്നതെന്ന് എന്നെ കണ്ട് ഞാൻ വരാന്തയിലോട്ട് ചെന്നു. ഞാൻ നടക്കുന്നത്, ഞാൻ നോർമലി സ്പീഡായിട്ട് നടക്കുന്ന ആളാണ്. സ്പീഡായിട്ട് നടക്കുന്നു. ഇതുവരെ എനിക്കൊരു സഹായം വേണ്ടിയിരുന്ന ഞാൻ ഒരു ദിവസം കൊണ്ട് ആ പ്രാർത്ഥനയുടെ മധ്യ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരം അടിയന്റെ മേൽ വന്ന് ആമേൻ ഹല്ലേലൂയ വലിയൊരു സൗഖ്യം സ്വർഗത്തിലെ ദൈവം അടിയുടെ ജീവിതത്തിൽ അയച്ചു. ഹല്ലേലൂയ. എന്റെ അപ്പായും അമ്മയും എന്നെ എങ്ങനെ അന്തവിട്ട് കണ്ണു തള്ളി നോക്കിയിരിക്കുക. അന്ന് അവര് സമർപ്പിച്ചു ഈ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. എന്തുകൊണ്ട് ആ കാലുവേദന മാറുന്നത്? എല്ലാത്തിനും നമ്മൾ കടന്നു പോകുന്ന ഓരോ വിഷയത്തിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എല്ലാം നോർമലായിട്ട് ആ കാലുവേദന അവിടെ ഉണ്ടായിരുന്നത് ഇവരെ രണ്ടുപേരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് അവർക്ക് കൊണ്ടുവരണമായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് ഇവരെ ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. ഒരു മകളുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ ദൈവം കേൾക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജാനുവരിയിൽ തിരിച്ച് ഞാൻ നോർമലായിട്ട് കാരണം തിരിച്ച് ഈ വേദനയായിട്ടൊക്കെ നടന്ന സമയം ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യുന്നു ഒക്കെയും ഓർത്തായിരുന്നു. എന്നാൽ ഹല്ലേലൂയ നോർമലായിട്ട് പതിവിലും നേരത്തേതിലും മിടുക്കായിട്ട് ഹല്ലേലൂയ നടന്ന് എന്നെ കണ്ടവരൊക്കെയും എന്നോട് നടന്ന് കാണിക്കാനൊക്കെ പറയുമായിരുന്നു. എന്റെ മേട്രൻസ് ഒക്കെ വന്നിട്ട് കാരണം അവർക്ക് അത്ഭുതമായിട്ട് ഒന്ന് നടന്ന് കാണിച്ചെന്ന്. കാരണം ഞാൻ സ്പീഡിൽ നടന്നൊക്കെയും കാണിക്കുമായിരുന്നു എന്റെ ഡിപ്പാർട്ട്മെന്റിൽ. വളരെ അത്ഭുതം. ഹല്ലേലൂയ. അന്ന് അപ്പായും അമ്മയും സമർപ്പിച്ചു. ആ വർഷം 2014 ജൂണിൽ ഹല്ലേലൂയ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ തക്കോണം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. കാരണം ഒരു പ്രാർത്ഥിക്കുന്ന മകൾ ഉണ്ടായിരുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ പപ്പായും അമ്മയും ഹസ്ബൻഡ് പപ്പായും അമ്മയും ഹല്ലേലൂയ വിശ്വാസത്തിൽ കടന്നു വരുവാനും ഇന്ന് ഹല്ലേലൂയ അവിടെ ദൈവസഭയോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കൈകൊട്ടി പാടാൻ വിഷമമായിരുന്നു അപ്പ ഇന്ന് തമ്പേറടിച്ച് ഹല്ലേലൂയ ഭവനത്തിൽ ഹല്ലേലൂയ ചുറ്റുമുള്ളവർ കേൾക്കെ ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുന്നത് കാണുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ചേച്ചിയുടെ മുൻപിൽ വെച്ചാണ് ഈ ജലത്തിൽ സാക്ഷിയിരിക്കുന്നത് കാണുവാനായിട്ട് ചേച്ചിയുടെ കണ്ണിന് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇട കൊടുത്തു. അപ്രകാരം തിരിച്ച് കടന്നു വന്നു. ഡ്യൂട്ടിക്കൊക്കെ ജോയിൻ ചെയ്തു. ഹല്ലേലൂയ. പിന്നീട് ഹല്ലേലൂയ ദൈവത്തിന് ഒത്തിരി പേരുടെ ഹല്ലേലൂയ മുൻപിൽ സാക്ഷിയായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയനെ ഇടയാക്കി. ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ ഞാൻ ഹല്ലേലൂയ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ പിന്നീട് ഹല്ലേലൂയ ഞാൻ കിടന്ന വാർഡിൽ തന്നെ മറ്റുള്ള പേഷ്യൻസിനെ നോക്കുവാനായിട്ട് ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. ഞാൻ കിടന്ന ബെഡിലെ രോഗിയെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് ഇത് ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാ. അവന് സകലവും കഴിയുമെന്ന്. അവന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്റെ MRI CT ഒക്കെയും ചെയ്ത ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത്. ഇന്ന് ഓരോ ബെഡ് കാണുമ്പോൾ ഞാൻ കർത്താവേ ഞാൻ ഒരു നാൾ ഇവിടെ കടന്നതാണല്ലോ. ഇന്ന് അവിടെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഡയറക്റ്റ് നമുക്ക് സുവിശേഷം ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ട് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അടിയനെ ഇടയാക്കുന്നു. ഹല്ലേലൂയ. ദൈവം എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അയച്ച വചനം ഒരിക്കലും
ആമേൻ ഹാലേലൂയ പാഴായി പോവുകയില്ല. അത് അതിന്റെ പ്രവൃത്തി ചെയ്ത് തന്നെ മടങ്ങി വരും. ഹാലേലൂയ ആമേൻ. പിന്നീട് 2015 ഹാലേലൂയ പ്രഗ്നൻസി ഇത് 2014 ഇത് സംഭവിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു 2 വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷമേ പ്രഗ്നൻസി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 2015 ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് പ്രഗ്നൻസി നോക്കാം, 1.5 വർഷം കഴിഞ്ഞുവല്ലോ, അപ്പോഴത്തേന് പ്രഗ്നൻസി നോക്കാമെന്ന് പറഞ്ഞു. 7 മാസം ഞങ്ങൾ പ്രഗ്നൻസി നോക്കാൻ തുടങ്ങി. പ്രഗ്നന്റ് ആകുന്നില്ല. 8 മാസം പ്രഗ്നൻസി നോക്കി, പോസിറ്റീവ് ആകുന്നില്ല. 9 മാസം എന്റെ 10 മാസമായപ്പോ ആദ്യത്തെ ആയിഷ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ്. ഹാലേലിയ ആമേൻ. സ്തോത്രം. ഒരു തകർന്ന യൂട്രസിൽ നിന്ന് ഹാലേലിയ ഒരു തലമുറയെ സ്വർഗത്തിലെ ദൈവം ഹാലേലിയ ആമേൻ അടിയന്റെ ജീവിതത്തിൽ തന്നു. ഹാലേലിയ. ഓർക്കണമേ, ദൈവം 2014 ജാനുവരി 1 ഇതൊക്കെ പിന്നീടാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജാനുവരി 1 എനിക്ക് ലഭിച്ച വചനമാണ്. ആമേൻ. ഇന്നു മുതൽ നീ മുൻപോട്ട് ദൃഷ്ടി വെക്കുവീൻ. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം 9 മാസം 24 തന്നെ അതിൽ തന്നെ ദൃഷ്ടി വെക്കുവീൻ. ആമേൻ ഹാലേലുയ. പിന്നീട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലായത് ഹാലേലുയ ആമേൻ ഞാൻ പ്രഗ്നന്റ് ആയത് 9 മാസം ഏകദേശം 20-നും 24 ദൈവത്തിന്റെ വചനം ആമേൻ വിശ്വസിക്കുവാൻ പ്രയാസമായിട്ട് തോന്നും. എന്നാൽ ദൈവത്തിന് അയച്ച വചനം ഹാലേലുയ ആമേൻ. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലായി 10 മാസമാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. എന്നാൽ 9 മാസം ഏകദേശം 20-നും 24-നും മധ്യയാണ് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ഹാലേലുയ ആമേൻ. സ്തോത്രം. ഹാലേലുയ. പ്രഗ്നന്റ് ആയി ഞാൻ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. സഭയില് എല്ലാവർക്കും വളരെ സന്തോഷം. ഞാൻ ഭവനത്തിൽ കടന്നു വന്നു, ഭവനത്തേക്ക് വചനം തുറന്നു, വചനം വായിക്കാൻ ബൈബിൾ വായിച്ചു. ഹാലേലിയ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേരോടുകൂടി അറിയപ്പെടുമെന്ന്. ഹാലേലിയ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമായ എന്റെ പെട്ടെന്ന് തന്നെ തുറന്നത്. ഹാലേലിയ ആമേൻ. സ്തോത്രം. ഹാലേലിയ ആമേൻ. ഭവനത്തിൽ പ്രാർത്ഥന നടത്തി. പാസ്റ്റർ ആന്റിയും ചേച്ചിയൊക്കെയും കടന്നു പ്രാർത്ഥിച്ചു. ആന്റി പറഞ്ഞു നിന്റെ തലമുറയുടെ സാധാരണ ആന്റിയും ചേച്ചിയൊക്കെയാണ് തലമുറയ്ക്കുള്ള പേര് തരുന്നത്. ദൈവാത്മാവിൽ ഞങ്ങളുടെ ചർച്ചിൽ ഓരോ കുഞ്ഞുങ്ങളുടെയും പേര്. എന്നാൽ ആന്റി അന്ന് എന്നോട് ദൂത് പറഞ്ഞു നിന്റെ തലമുറയ്ക്കുള്ള പേര് നിനക്ക് തന്നെ ദൈവം തരുമെന്ന്. ഹാലേലിയ ആമേൻ. സ്തോത്രം. അന്ന് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ അന്ന് അമ്മ ദൈവം ഇടപെട്ട വചനം. ഹാലേലിയ. ഞാനപ്പോ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു വചനം എന്നോട് ദൈവം, അതാണെങ്കിൽ അതാണ് നിനക്കുള്ള വചനം അതാണെന്ന് പറഞ്ഞു. ഹാലേലിയ ആമേൻ. ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നതിന് മുന്നമേ ഹാലേലിയ ആമേൻ തലമുറയ്ക്ക് പേരിട്ട് ഹാലേലിയ വിളിച്ച് വേർതിരിക്കുന്ന സ്വർഗത്തിന്റെ ദൈവം 2016 മെയ് 3 ഇമ്മാനുവേൽ രഞ്ജു തോമസ് എന്നുള്ള പേരോടുകൂടി ഒരു ആൺ തലമുറയെ സ്വർഗത്തിലെ ദൈവം ഹാലേലുയ ദാനമായി തന്നു. ഈ ആമേൻ ഹാലേലുയ സർജറി ചെയ്ത അന്ന് എന്റെ യൂട്രസ് ആമേൻ പിഞ്ചി കീറിപ്പോയ ഹാലേലുയ തുന്നി വെച്ച ഈ ഡോക്ടർ ഖാലിദ് തന്നെയാണ് ആമേൻ ഹാലേലുയ ഈ സർജറി എന്റെ ചെയ്ത തലമുറയെ പുറത്തെടുത്തത്. ആമേൻ. അന്ന് ലേബർ റൂമിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ഈ കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ അന്ന് ഹിസ്റ്റക്ടമി ചെയ്യാൻ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ മുൻപേ ഹാലേലുയ ഒരു തലമുറയെ സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നു. അമ്മ ഹാലേലിയ തലമുറയെ പുറത്തെടുത്ത് ഞാൻ ലേബറുമേയോ ജിൻസിയുടെ കുഞ്ഞാണോ ഇത് എന്ന് പറഞ്ഞിട്ട്, കാരണം ഹാലേലിയ അന്നത്തെ സംഭവത്തിൽ ഞങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു കുഞ്ഞിനെ നിനക്ക് ലഭിക്കത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ദൈവം എത്ര വിശ്വസ്തൻ എന്ന് ആ ലേബർ റൂമിൽ കർത്താവിനെ ഹാലേലിയ സാക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവന് 9 വയസ്സുണ്ട്. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. പിന്നീട് 1 വർഷത്തിന് ശേഷം ദൈവാത്മാവ് ദൂത് വിളിച്ചറിയിച്ചു ചേച്ചിയിൽ കൂടി അടുത്ത തലമുറയെ നിനക്ക് ഞാൻ തരാൻ പോവുക. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. 2017 ഹല്ലേലൂയ മെയ്യിൽ അടുത്ത പ്രഗ്നന്റ് ആയി. ഹല്ലേലൂയ 1 വർഷത്തിന് ശേഷം 2018 ജാനുവരി 9 ആമേൻ സാമുവേൽ എന്നുള്ള പേരോടുകൂടി ഹല്ലേലൂയ അടുത്ത തലമുറയെ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് അവൻ ഇന്ന് 7.5 വയസ്സ്. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. കുഞ്ഞ് ജനിച്ചപ്പോൾ രണ്ടുപേരെ കുറച്ച് നേരത്തെ ഹല്ലേലൂയ പുറത്തെടുത്തത്. കാരണം ആമേൻ യൂട്രൈൻ റപ്ചർ ആയതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ഇതിൽ ഒത്തിരി 9 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരെയും 34-ാമത്തെ 33-ാമത്തെ ആഴ്ച പുറത്തെടുത്തു. അപ്പൊ ഈ ശ്വാസമുട്ടലിന്റെ പ്രശ്നം ഈ കുഞ്ഞിന്, ഇളയ കുഞ്ഞിന് കുറച്ച് പുറത്തെടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി ശ്വാസമുട്ടൽ വന്നു. അവനെ മെഷീനിൽ ബൈപ്പാപ്പിലിട്ട് ICUവിൽ സൂക്ഷിച്ചിരുന്നത് ഒരു 2 ദിവസം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വളരെ വിഷമം. ഹല്ലേലൂയ. കാരണം ബൈപ്പാപ്പിലൊക്കെ ഞങ്ങൾ ICUലോട്ട് ചെല്ലുമ്പോൾ വെന്റിലേറ്ററിലൊക്കെയും ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. ഞങ്ങളുടെ കുഞ്ഞും ബൈപ്പാപ്പിൽ. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ഹസ്ബൻഡ് പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം. ചേച്ചി നിന്റെ തലമുറയാ ദൈവം വാഗ്ദത്തം ചെയ്ത് നിനക്ക് തന്ന തലമുറയാ, നീ പ്രാർത്ഥിക്കണം. നിന്റെ തലമുറയുടെ അടുത്ത് ചെന്ന് അമ്മേ ഹാലേലൂയ ഞങ്ങളുടെ അമ്മേ ഹാലേലൂയ ഞാൻ ചെന്ന് കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ഹാലേലൂയ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മേ ഹാലേലൂയ ഓക്സിജൻ ഒക്കെയും പൂർണ്ണമായി മാറ്റി ആരോഗ്യത്തോടെ
2 ദിവസത്തിന് ശേഷം തലമുറയെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒത്തിരി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കുറവുകൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കുറവുകളെ ദൈവം ഉണർത്തിച്ചു തരുന്നത് തന്നെ ദൈവത്തിന്റെ വലിയ കൃപയാ. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് അനേകരെ കാണും, അനേകരെ അത് വിശ്വസിക്കുവാനായിട്ട് ഇടയാകും, അനേകർ മധ്യേ സാക്ഷ്യമായിട്ട് നിൽക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് കുടുംബമായി 2 തലമുറകൾ ഒരു തലമുറയെ ഹല്ലേലൂയ ഇനി ജനിപ്പിക്കുവാൻ കഴിയുമോ എന്ന് പോലും മനുഷ്യ സംശയിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്ന് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അനേകർ മധ്യേ ആമേൻ കുഞ്ഞുങ്ങളില്ലാത്തവരോട് ദൈവത്തിന്റെ സാക്ഷ്യം അടിയന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് പറയുവാൻ, അനേകം ക്യാൻസർ രോഗികളെ കാണുമ്പോൾ കർത്താവിന് എന്റെ ജീവിതത്തിൽ ചെയ്തത് മറ്റുള്ളവരോട് പറയുവാൻ ഹല്ലേലൂയ, ആമേൻ, സ്വർഗത്തിലെ ദൈവം അടിയനെ ബലപ്പെടുത്തുന്നു. ആമേൻ. കുടുംബമായി ഒരുമിച്ച് കർത്താവിനെ സേവിപ്പാൻ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന് സകലവും കഴിയുമെന്നും അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ആമേൻ ഞങ്ങൾ അറിയുന്നുവെന്ന് ഹല്ലേലൂയ യോബ് ആമീൻ പറഞ്ഞതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തോട് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ പ്രകാരം പറയാനായിട്ട് സാധിക്കും. മുൻപോട്ടുള്ള ആമീൻ അടിയങ്ങളുടെ ജീവിതം ഹല്ലേലൂയ കർത്താവിന്റെ നാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളെ തന്നെയും ഓരോ ദിവസവും സമർപ്പിച്ചുകൊണ്ട് ആമീൻ ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകളെ ഓരോ ദിവസം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിന് പ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നു. ആമീൻ ഹല്ലേലൂയ. ദൈവം ആമീൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിച്ചു ഇത്രയും നേരം ഹല്ലേലൂയ എന്റെ സാക്ഷ്യം കേൾക്കുവാൻ ഹല്ലേലൂയ ആമീൻ ചേട്ടാ എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ ദേവദാസിനോടും ഹല്ലേലൂയ അരോമ ടിവി പ്രേക്ഷകരോടുമുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തെ എത്ര സ്തുതിച്ചാലും സാക്ഷ്യം പറഞ്ഞാലും മതിവരാത്ത നിലയിൽ ഉള്ള ജീവിത അനുഭവങ്ങൾ പ്രിയ ജിൻസി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നു. അത് ഒന്നും മറക്കാതെ ഓരോ അനുഭവങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ അവസരം കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, കുവൈറ്റിൽ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുക. അതിനിടയിൽ അഥവാ ഏറെ തിരക്കുകൾ, ജോലി തിരക്കുകളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ വിഷയങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യവും ഒക്കെ നോക്കണം. ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും കർത്താവുമായിട്ടുള്ള ബന്ധം അതൊട്ടും കുറയാതെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവം തന്നെയാണ്. കാരണം വിടുവിച്ച ദൈവത്തെ, അഥവാ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഗ്രേസ് മാത്രമാണ്. ദൈവം തന്ന ദിനങ്ങളാണ്, ദൈവം ദാനമായി തന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് ജോലിയോ കുടുംബമോ കുഞ്ഞുങ്ങളോ മറ്റേതൊരു കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കർത്താവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ പ്രിയ ജെൻസി സിസ്റ്ററിന് ദൈവസന്നിധിയിൽ കർത്താവുമായിട്ടുള്ള ആ ഒരു വലിയ കടപ്പാട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബന്ധം ആ ഓരോ വാക്കുകളിലൂടെയും കേൾവിക്കാർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ മരണം കാത്തു നിന്നപ്പോൾ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. അതേ തുടർന്നുണ്ടായ കാൻസർ രോഗം ആണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്നാൽ അതിൽ നിന്നും ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. കാലിൻ്റെ പ്രയാസങ്ങൾ, നടക്കുവാൻ കഴിയാത്ത ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്ന് മാറി മാറി സംഭവബഹുലമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ കരുത്തുള്ളവളായി തീരുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പിഴുതുപോകുന്ന ഒരു വൃക്ഷമാണെങ്കിൽ അതിന് ഒരു നിലനിൽപ്പില്ല. എന്നാൽ കാറ്റുകൾ
പ്രതികൂല സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വരുമ്പോഴും അതിനെ അതിജീവിച്ച് ഒരു വൃക്ഷം നിൽക്കുന്നുവെങ്കിൽ എത്ര സംഭവങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതിൻ്റെ നടുവിലും ആ പ്രശ്നങ്ങൾ കടന്നു പോയതിന് ശേഷം വീണ്ടും തല ഉയർത്തി നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ക്രിസ്തീയ ജീവിതത്തിൽ ആമേനായിരിക്കുവാൻ ദൈവം ഓരോ ദൈവത്തിനെയും കുറിച്ചും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, മറ്റ് പ്രശ്നങ്ങളായിരിക്കാം, സാമൂഹ്യ രാഷ്ട്രീയ ഭവനത്തിലുള്ള പ്രശ്നങ്ങൾ, മറ്റേത് വിധത്തിലുള്ളതായ നിയമപരമായ സമ്മർദ്ദങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ ദൈവ പൈതലിന് പ്രതികൂലമായി തീർന്നേക്കാം. എന്നാൽ ലോകം, വൈദ്യശാസ്ത്രം, നിയമങ്ങൾ എല്ലാം നമുക്കെതിരായിരുന്നാലും നമ്മെ കൈവിടാത്ത, നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അഥവാ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ആകയാൽ പ്രിയ ജെൻസിസിൻ്റെ ജീവിതത്തിൽ ജയകരമായ ജീവിതം നയിപ്പാൻ കർത്താവ് ഇതുവരെ കൃപ ചെയ്തു. ഇനിയും കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം വളരെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാൻ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് സംബന്ധിക്കുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പല പ്രിയപ്പെട്ടവരും ചോദിക്കാറുണ്ട്. ചോദ്യങ്ങൾക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ: സ്തോത്രം. പ്രതികൂലയുടെ മധ്യത്തിൽ നാം പകച്ചു നിൽക്കാതെ, പിന്മാറിപ്പോകാതെ, നാം എത്രത്തോളം കർത്താവിനെ മുറുകെ പിടിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. തീയിൽ കൂടിയുള്ള ശോധനകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പുല്ല്, വൈക്കോല്, മരം തുടങ്ങിയ വസ്തുക്കളെ പോലെ കത്തിച്ചാമ്പലായിട്ട് ഒരു ശേഷിപ്പില്ലാതെ പോകുവാനല്ല, പകരം പൊന്നുപോലെ നാം പുറത്തു വരിക എന്നുള്ളതാണ് യജമാനന് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ. ആകയാൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് പരീക്ഷയുടെ നടുവിലും നമ്മെ അതിനെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാദപീഠത്തിൻ്റെ കർത്താവേ, അങ്ങയുടെ ഹിതത്തിന് അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ജിൻസി ഈ നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥന. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനും ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പാ ഹല്ലേലൂയ. കർത്താവേ, തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി അപ്പാ. ഈ സമയം അപ്പാ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ ജീവിതത്തിൽ ചെയ്ത കർത്താവേ, അമ്മേൻ ഹല്ലേലൂയ പ്രവൃത്തികളെ ഹല്ലേലൂയ മറ്റുള്ളവരോട് വർണ്ണിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അമ്മൻ തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. അമ്മൻ ഇതിന് മുഖാന്തരമായ ദേവദാസിനോടും അരോമ ടിവിയോടും ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ വഴി നടത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. അമ്മൻ ശുശ്രൂഷയെ സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം, അനേകർക്ക് അനുഗ്രഹമാക്കി ഹല്ലേലൂയ ദേവദാസിനെയും അമ്മൻ ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, സാക്ഷ്യം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമപ്പാ. അമ്മൻ ഹല്ലേലൂയ. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞങ്ങൾ അറിയുന്നു അപ്പാ. ഓരോ ദിവസവും കർത്താവേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എന്റെ ദൈവത്തിന്റെ ദാനമാണ്. അങ്ങയുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണം. ഇത് അനേകർക്ക് അനുഗ്രഹമാക്കി അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം ഞങ്ങളിൽ കൂടി മഹത്വമെടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ സിസ്റ്റർ ജിൻസി ടെൻജോ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുമായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അരോമ ടിവിയുടെ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് ഓൺലൈനിലൂടെ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ.
ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com